ഇന്ന് നമ്മൾ വചന ശുശ്രൂഷയ്ക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ കർത്താവ് ഇന്ന് നമ്മോട് പ്രത്യേകമായിട്ടും സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം, യേശു നിൻ്റെ ജീവിതത്തിലെ നിധിയാണോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ക്രിസ്മസിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുക. ഏറ്റവും അടുത്ത ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ യേശു നിൻ്റെ ജീവിതത്തിൻ്റെ നിധിയാണോ എന്ന് നീ കണ്ടുമുട്ടണം. യേശുവിനെ നിധിയായി കണ്ടുമുട്ടുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെടാൻ തുടങ്ങും. ആ വ്യക്തിയുടെ ജീവിതത്തെ കർത്താവ് അനുഗ്രഹിക്കും. ഞാൻ ഇന്ന് രാവിലെ മുറിയിലിരിക്കുമ്പോൾ ഏതാണ്ട് 1 മണിക്കൂർ മുമ്പ് എന്നെ ഒരു ചേട്ടൻ ഫോൺ ചെയ്തു. ആ ചേട്ടൻ ഫോൺ ചെയ്ത് എന്നോട് പറഞ്ഞ കാര്യം ഇതാണ്. അദ്ദേഹം ഒരു കേസിൽപ്പെട്ടു. അദ്ദേഹം ഒരു പഞ്ചായത്തിൻ്റെ RI ആണ്, റവന്യൂ ഇൻസ്പെക്ടറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയം. അവിടെ വെച്ച് ഒരു കേസിൽപ്പെട്ടു. വിജിലൻസ് അന്വേഷണത്തിന് പോകേണ്ട സാഹചര്യം വന്നു. അങ്ങനെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. വിജിലൻസ് കേസിലൂടെ എല്ലാം കടന്നുപോയി. അങ്ങനെ ഒരു പ്രത്യേക ദിവസം ഇദ്ദേഹം അറിയുന്നത് വിജിലൻസുകാരെ അറസ്റ്റ് ചെയ്ത് അകത്തിടുമെന്നറിഞ്ഞു. അപ്പോൾ അങ്ങനെ ജയിലിൽ കിടക്കേണ്ട ഒരു സാഹചര്യം വരുമെന്നെല്ലാം അറിഞ്ഞ് അദ്ദേഹം വീട് വിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയും 2 മക്കളെല്ലാം കൂട്ടിക്കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല, ഒരു വഴിയില്ല. എങ്ങോട്ട് ബന്ധുക്കൾ വീട്ടിലോട്ട് പോകാൻ എന്തോ പുള്ളിക്ക് മനസ്സ് തോന്നിയില്ല. വേറെ പോകാനായിട്ട് പ്രത്യേക സ്ഥലങ്ങളും ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ കൂടെ പഠിപ്പിച്ച ഒരു ടീച്ചറിനെ ഓർമ്മ വന്നു. ആ ടീച്ചറിൻ്റെ വീട്ടിലേക്ക് ഇവർ സകുടുംബം അവിടെ കയറി ചെന്നു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ അറസ്റ്റ് ചെയ്യപ്പെടും, ഞങ്ങൾ പ്രതിസന്ധിയിലൂടെ പോവുകയാണ്, അതുകൊണ്ട് താമസിക്കാനൊരു സ്ഥലമില്ല, ഞങ്ങൾക്ക് അഭയം തരണം, ഞങ്ങളിവിടെ നിൽക്കുമെന്ന് പറഞ്ഞു. അവിടെ 2 ദിവസം നിന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ആ കുടുംബത്തിൽ ആ സഹോദരിയുടെ ആങ്ങള നമ്മുടെ ഈ ടീമിൽ ശുശ്രൂഷ ചെയ്യുന്നൊരു ചേട്ടനാണ്. അപ്പോൾ ആ ചേട്ടൻ എന്നെ വിളിച്ചു, ഇങ്ങനെ ഒരു സംഭവമായി, വീട്ടിൽ ഇവർ വന്ന് നിൽക്കുകയാണ്, പെങ്ങളുടെ വീട്ടിൽ നിൽക്കുകയാണ്. അവർ ചോദിച്ചു എന്ത് ചെയ്യണം, ഇങ്ങനെ ഒരു പ്രതിസന്ധിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, അവരിങ്ങോട്ട് വന്നോട്ടെന്ന് പറഞ്ഞു. അവരിങ്ങോട്ട് വരട്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, അവർ ഹിന്ദുക്കളാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഹിന്ദുക്കളായാലും കുഴപ്പമൊന്നുമില്ല, ആരായാലും കുഴപ്പമില്ല, ഇങ്ങോട്ട് വന്നോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ആ കുടുംബം ഇവിടെ വന്നു. ഇവിടെ വന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിൾ വായിക്കാൻ ആരംഭിച്ചു. ഇവിടുത്തെ വെള്ളിയാഴ്ച ശുശ്രൂഷകളിൽ നിത്യാരാധന പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ ഈ ചേട്ടനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, യേശുവിനെ നിൻ്റെ ജീവിതത്തിൻ്റെ രക്ഷകനും കർത്താവ് നാഥനുമായി സ്വീകരിച്ചാൽ കർത്താവ് നിൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ തുടങ്ങും. ഈശോ നിൻ്റെ ജീവിതത്തിൽ ഇടപെടും. ഈ പ്രശ്നത്തിൽ കർത്താവ് ഇടപെടും. അറസ്റ്റ് വരാൻ പോവാണ്, ജയിലിൽ കിടക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പ്രശ്നത്തിലൂടെ പോവുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളിവിടെ നിൽക്കാൻ പറഞ്ഞു എന്തായാലും. അപ്പോൾ ഇദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ജോലി മേഖലകളിൽ ജോലിയൊക്കെ ചെയ്തുവെങ്കിലും അങ്ങനെ സാമ്പത്തികമായിട്ടൊരു മെച്ചവും ഇല്ല. ഉള്ള കാശെല്ലാം തീർന്നും പോയി. മുമ്പോട്ട് പോകാൻ ഒരു വഴിയും ഇല്ല താനും. അപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്ക് കാശൊന്നും തരാനില്ല, ഇവിടെ നിൽക്കണം. ഞാൻ പറഞ്ഞു, ഇവിടെ കാശ് ചോദിച്ചില്ലല്ലോ ഇവിടെ നിൽക്കാൻ. കാശ് ചോദിച്ചു ചേട്ടനോട് ഇല്ലല്ലോ, ഇവിടെ വന്ന് നിന്നോളാനല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞു. ഇവിടെ വന്ന് പ്രാർത്ഥന കൂടിയാൽ മതി, ബാക്കി കാര്യങ്ങൾ കർത്താവ് തരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ചേട്ടൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നിരുന്ന് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി, ബൈബിൾ വായിക്കാൻ തുടങ്ങി. ആദ്യമായിട്ടാണ് ബൈബിൾ കൈകൊണ്ട് തൊടുന്നത്. ആ കുടുംബം മക്കൾ ഉൾപ്പെടെ +2 ഡിഗ്രി ഏതാണ്ടൊക്കെ പഠിക്കുന്ന അങ്ങനെയുള്ള പിള്ളേരാണ്, പെൺപിള്ളേരാണ്. അപ്പോൾ അവർ ബൈബിൾ വായിക്കാൻ തുടങ്ങി. ഇവിടെ വന്ന് കൊന്തചൊല്ലാൻ പഠിക്കാൻ തുടങ്ങി. അതിൽ കൂടി ജപമാല പ്രദക്ഷിണത്തിൽ കൂടുന്നു, പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നു, നിത്യാരാധനയിൽ പ്രാർത്ഥിക്കുന്നു, കുരിശിൻ്റെ വഴിയിൽ പങ്കെടുക്കുന്നു, ജപമാല പ്രദക്ഷിണത്തിൽ പങ്കെടുക്കുന്നു. സകല കാര്യങ്ങളിലും ഇവരിടപെടാൻ തുടങ്ങി. ഇടയ്ക്ക് ഈ ചേട്ടന് എൻ്റെ അടുത്ത് വരും, ടെൻഷൻ കയറിയിട്ട്, എനിക്ക് അറസ്റ്റ് വന്നാൽ എന്ത് ചെയ്യും, എൻ്റെ ജോലിയോ പോയി, ഇവർക്ക് ജീവിക്കാനൊരു വഴിയില്ല. വൈഫ് ഒരു ചെറിയ സ്കൂളിൽ ഏതാണ്ട് 5-8 രൂപയ്ക്ക് 5,000-8,000 അങ്ങനെ ജോലിക്ക് ചെയ്യുന്ന ഒരു പ്രത്യേക സാഹചര്യം, മക്കളുടെ പഠിപ്പുകൾ, അങ്ങനെ ടെൻഷനായിട്ട് ഈ ചേട്ടൻ ഇടയ്ക്ക് വരും. അപ്പം ഞാൻ പറയും, യേശുവിൽ വിശ്വസിക്കുക, യേശു ജീവിതത്തിൽ ഇടപെടും. ഇന്ന് രാവിലെ ഈ ചേട്ടൻ എന്നെ വിളിച്ച് എന്നോട് പറഞ്ഞ കാര്യം ഇതാണ്. ആ ചേട്ടൻ ജോലിയില്ലാതെ 1 വർഷവും 4 മാസവും അദ്ദേഹം ജോലി നഷ്ടപ്പെട്ട് സസ്പെൻഡ് ചെയ്തു. ഇപ്പോൾ അദ്ദേഹം തിരിച്ച് ജോലിയിൽ കയറി കാസർഗോഡ്
ഒരു ഓഫീസിൽ ഗവൺമെൻറ് സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. ഇന്ന് രാവിലെ എന്നെ വിളിച്ചാണ്. അപ്പോൾ ഇന്ന് വിളിച്ചതിന് കാരണം ഇത്രേ ഉള്ളൂ, ക്രിസ്മസിൻ്റെ അവധിക്ക് അദ്ദേഹം ഈ ശനിയാഴ്ച വീട്ടിൽ വരും, നാളെ വൈകിട്ട് വീട്ടിൽ വരും. നാളത്തെ കഴിഞ്ഞ് ഇവിടെ വന്ന് ഞങ്ങൾ കുടുംബമായി ഒരു ആഴ്ച ഇവിടെ നിന്നോട്ടെ എന്ന് ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണ്. പറഞ്ഞേ ഹല്ലേലൂയാം. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയാം. വലതിരുമർത്തി പറഞ്ഞേ ഹല്ലേലൂയാം. ഇപ്പം യേശുവിനെ തൻ്റെ ജീവിതത്തിൻ്റെ നിധിയായി കണ്ടുമുട്ടിയപ്പോൾ ആ വിജിലൻസ് കേസും അതെല്ലാം പരിഹരിക്കപ്പെട്ടു എന്നുള്ളതാണ്. സസ്പെൻഡ് ചെയ്തു, അത് ഗവൺമെൻറ് അത് പിൻവലിച്ചു. അതുപോലെ തന്നെ ന്യായമായിട്ട് ചിലപ്പോൾ കിടക്കേണ്ടതായിരിക്കും, എങ്ങനെയായാലും ശരി അദ്ദേഹത്തിൻ്റെ കേസ് പിൻവലിച്ചു. കോടതി പ്രശ്നങ്ങൾ അത് പരിഹരിച്ചു. ജോലിയിൽ അദ്ദേഹം കയറി. ഇപ്പോൾ അദ്ദേഹം അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു വർഷവും 4 മാസവും അദ്ദേഹത്തിന് ജോലി നഷ്ടപ്പെട്ടു, ആശങ്കയിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ ഈശോ ആ പ്രശ്നങ്ങൾ ഏറ്റെടുത്തു, ആ പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്നുള്ളത്. അപ്പോൾ യേശു നമ്മുടെ ജീവിതത്തിൻ്റെ നിധിയാണോ എന്ന് നമ്മോട് സ്വയം ചോദിക്കേണ്ട ഒരു നിമിഷമാണിത്. ഒരു വിജാതീയനായ ഒരു മനുഷ്യൻ, ഹൈന്ദവ സമൂഹത്തിൽ ജീവിക്കുന്ന ഈ മനുഷ്യൻ യേശുവിനെ വിശ്വസിച്ച് യേശുവിനെ കണ്ടുമുട്ടി, ഇനി വേറൊരു ഓപ്ഷൻ ഇല്ല, രക്ഷപ്പെടാൻ ഒരു വഴിയില്ല എന്ന ആ ഒരു അവസ്ഥയിലൂടെ കടന്നു വരുമ്പോൾ യേശുവിനെ കണ്ടുമുട്ടി അനുഗ്രഹിക്കപ്പെട്ടു. അതുകൊണ്ട് മത്തായിയുടെ സുവിശേഷം 13-ാമത്തെ അധ്യായം 16-ഉം 17-ഉം തിരുലിഖിതങ്ങൾ ദൈവത്തിൻ്റെ വചനം നമ്മോട് ചോദിക്കുന്നൊരു അല്ലെങ്കിൽ പറഞ്ഞു തരുന്ന ഒരു സത്യമുണ്ട്. മത്തായിയുടെ സുവിശേഷം 13-ാമത്തെ അധ്യായം 16-ഉം 17-ഉം തിരുലിഖിതങ്ങൾ ബൈബിളെടുത്ത് നോക്കുന്ന നല്ലതാണ്. അവിടെ ഇഷ്ടംപോലെ ബൈബിൾ ഇരിപ്പുണ്ട്, എല്ലാവർക്കും ഒരു ബൈബിളൊക്കെ എടുക്കുന്ന നല്ലതാണ്. അതിൽ വചനം ഇങ്ങനെ പഠിപ്പിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 13-ാമത്തെ അധ്യായം 16-ഉം 17-ഉം തിരുലിഖിതങ്ങൾ. അവിടെ വചനം പഠിപ്പിക്കുന്നു, നിങ്ങളുടെ കണ്ണുകൾ ഭാഗ്യമുള്ളവ, എന്തെന്നാൽ അവ കാണുന്നു. നിങ്ങളുടെ കാതുകൾ ഭാഗ്യമുള്ളവ, എന്തെന്നാൽ അവ കേൾക്കുന്നു. ദൈവത്തിന് വചനം പറയുകയാണ്, നിങ്ങളുടെ കണ്ണുകൾ ഭാഗ്യമുള്ളവ, എന്തെന്നാൽ അവ കാണുന്നു. നിങ്ങളുടെ കാതുകൾ ഭാഗ്യമുള്ളവ, എന്തെന്നാൽ അവ കേൾക്കുന്നു. എന്നിട്ട് വചനം പറയുകയാണ്, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അനേകം പ്രവാചകന്മാരും നീതിമാന്മാരും നിങ്ങൾ കാണുന്നവ കാണാൻ ആഗ്രഹിച്ചു, എങ്കിലും കണ്ടില്ല. നിങ്ങൾ കേൾക്കുന്നവ കേൾക്കാൻ ആഗ്രഹിച്ചു, എങ്കിലും കേട്ടില്ല. അപ്പോൾ ദൈവത്തിന് വചനം പറയാം, നമ്മുടെ കണ്ണുകൾ ഭാഗ്യമുള്ളതാണ്, നമ്മുടെ കണ്ണുകൾ ഭാഗ്യപ്പെട്ട കണ്ണുകളാണ് എന്ന് ദൈവത്തിന് വചനം പറയുകയാണ്. ഇത് നമുക്ക് തിരിച്ചറിവുണ്ടോ എന്നുള്ളതാണ് ഇന്നത്തെ പ്രശ്നം. യേശുവിനെ കണ്ടുമുട്ടിയത്, യേശുവുമായി വ്യക്തിപരമായ ഒരു ബന്ധം ജീവിതത്തിൽ പുലർത്തുന്നത്, യേശുവിനെ ആരാധിക്കുന്നത് ജീവിതത്തിൻ്റെ ഭാഗ്യമാണോ എന്ന് നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ യേശുവിനെ ഭാഗ്യമായി ഒരു വ്യക്തി കണ്ടുമുട്ടിയാൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ അനുഗ്രഹം വർഷിക്കപ്പെട്ടിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയ. വലതിരുമേർത്തി പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം നീറുന്ന ജീവിത പ്രശ്നങ്ങളിൽ യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് യേശുവിനെ ഒരു ജീവിതത്തിൻ്റെ രക്ഷിതാവായി ഏറ്റുപറഞ്ഞ് ആരാധിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇടപെടും. അതുകൊണ്ടാണ് ഈ ഹൈന്ദവനായ ഈ മനുഷ്യൻ ജോലി നഷ്ടപ്പെട്ട് അതുപോലെ തന്നെ ആരും രക്ഷിക്കാനില്ലാത്ത അവസ്ഥയിലൂടെ കടന്നു വരുമ്പോൾ യേശുവിൽ വിശ്വസിക്കുക. നമുക്കതുകൊണ്ട് ഈ വചനം ഏറ്റുപറഞ്ഞും ഒരുമിച്ച് വായിക്കാം. എല്ലാവരും ചേർന്ന് ബൈബിളെടുത്ത് ഒരുമിച്ച് വായിച്ച് നമ്മൾ വായിക്കുകയാണ്. നിങ്ങളുടെ കണ്ണുകൾ ഭാഗ്യമുള്ളവ, എന്തെന്നാൽ അവ കാണുന്നു. നിങ്ങളുടെ കാതുകൾ ഭാഗ്യമുള്ളവ, എന്തെന്നാൽ അവ കേൾക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അനേകം പ്രവാചകന്മാരും നീതിമാന്മാരും നിങ്ങൾ കാണുന്നവ കാണാൻ ആഗ്രഹിച്ചു, എങ്കിലും കണ്ടില്ല. നിങ്ങൾ കേൾക്കുന്നവ കേൾക്കാൻ ആഗ്രഹിച്ചു, എങ്കിലും കേട്ടില്ല. അപ്പം അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്ന് നമ്മുടെ ജീവിതത്തെ വിലയിരുത്തി കർത്താവിലേക്ക് നമ്മുടെ ജീവിതത്തെ നമുക്ക് കൊടുക്കാം. കഴിഞ്ഞ നാളുകളിൽ യേശുവിനെ ഭാഗ്യമായിട്ടോ അല്ലെങ്കിൽ അനുഗ്രഹമായിട്ടോ നമ്മൾ കണ്ടില്ലെങ്കിൽ ഇന്ന് കർത്താവിനെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു നിധിയായി നമ്മൾ തിരിച്ചറിയണം. യേശുവിനെ ജീവിതത്തിൻ്റെ നിധിയായി നമ്മൾ തിരിച്ചറിഞ്ഞ് ഏറ്റുപറയാൻ തയ്യാറാകുമ്പോൾ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. അതുകൊണ്ടാണ് ജോബിൻ്റെ പുസ്തകത്തിൽ 22-ാമത്തെ അധ്യായം 25-ഉം 26-ഉം തിരുലിഖിതങ്ങൾ. ജോബിൻ്റെ പുസ്തകം 25-ഉം 26-ഉം വചനങ്ങൾ. 22-ാമത്തെ അധ്യായത്തിൽ വചനം ഇങ്ങനെ പഠിപ്പിക്കുകയാണ്, സർവശക്തൻ
നിനക്ക് സ്വർണവും വിലപിടിച്ച് വെള്ളിയുമാകുമെങ്കിൽ നീ സർവശക്തനിൽ ആനന്ദിക്കുകയും ദൈവത്തിൻ്റെ നേരെ മുഖമുയർത്തുകയും ചെയ്യും. നമുക്ക് വലതുകരം ഉയർത്തി ഈ വചനം ഏറ്റുപറയാം. സർവശക്തൻ നിനക്ക് സ്വർണവും വിലപിടിച്ച വെള്ളിയുമാകുമെങ്കിൽ നീ സർവശക്തനിൽ ആനന്ദിക്കുകയും ദൈവത്തിൻ്റെ നേരെ മുഖമുയർത്തുകയും ചെയ്യും. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പം യേശുവിനെ ജീവിതത്തിൻ്റെ നിധിയായി കണ്ടുമുട്ടുന്ന ഒരു വ്യക്തി, സ്വർണത്തെ പോലെ അല്ലെങ്കിൽ വില പിടിച്ച് വെള്ളി പോലെ ഒരു നിധിയായി ദൈവത്തെ കണ്ടുമുട്ടുന്ന ഒരു വ്യക്തി സർവശക്തനിൽ ആനന്ദിക്കും. ദൈവത്തിൽ ആനന്ദിക്കും. എൻ്റെ ദൈവം എന്നെ സംരക്ഷിക്കും, എൻ്റെ ദൈവം എൻ്റെ പ്രതിസന്ധികളിൽ ഇടപെടും, എൻ്റെ ദൈവം എന്നെ ഉപേക്ഷിക്കുകയില്ല എന്ന ഒരു തിരിച്ചറിവ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവത്തിൽ യേശുവിൽ വിശ്വസിക്കുമ്പോൾ ലഭിക്കും. അപ്പോൾ യേശു കൈവിടാതെ കൊണ്ടുനടക്കും. അതുകൊണ്ട് അങ്ങനെ ദൈവത്തിൻ്റെ സംരക്ഷണം ജീവിതത്തിൽ ഉണ്ടായെന്ന് ആനന്ദിക്കുകയും ആ ദൈവത്തിന് നേരെ മുഖമുയർത്തുകയും ചെയ്യുന്നത്. കാരണം ദൈവം ഉപേക്ഷിക്കുകയില്ല, കൈവിടുകയില്ല എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ടാണ് ഹെബ്രായ ലേഖനത്തിൽ 13-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഹെബ്രായ ലേഖനം 13-ാമത്തെ അധ്യായത്തിൽ 5ഉം 6ഉം തിരുലിഖിതങ്ങൾ. അവിടെ ദൈവത്തിൻ്റെ വചനം പ്രത്യേകമായിട്ട് നമ്മെ പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം ദൈവത്തിൻ്റെ കൈവിടാത്ത വിധത്തിൽ നമുക്ക് നൽകുന്ന സംരക്ഷണത്തെക്കുറിച്ച് അവിടെ പറഞ്ഞു വയ്ക്കുകയാണ്. ദൈവത്തിൻ്റെ നിരന്തരമായ ഒരു സംരക്ഷണം. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ ഒരു വ്യക്തി ദൈവത്തിൽ ആനന്ദിക്കണമെങ്കിൽ എൻ്റെ ദൈവം എന്നെ കൈവിടില്ല എന്ന ഒരു ഉറപ്പ് ജീവിതത്തിലുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധി ആയിക്കൊള്ളട്ടെ, ആ പ്രതിസന്ധികളിൽ എൻ്റെ ദൈവം എന്നെ കൈവിടില്ല എന്ന ഒരുറപ്പ്. അതുകൊണ്ടാണ് ഹെബ്രായ ലേഖനത്തിൽ 13:5 വചനം പറയുന്നത്, ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതിനാൽ നമുക്ക് ആത്മധൈര്യത്തോടെ പറയാം, കർത്താവാണ് എൻ്റെ സഹായകൻ, ഞാൻ ഭയപ്പെടുകയില്ല, മനുഷ്യന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും. നമുക്ക് ഒരുമിച്ച് ഈ വചനത്തിൻ്റെ ഒരു അഭിഷേകം, ഒരിക്കലും കർത്താവ് നമ്മെ കൈവിടിയില്ല എന്ന ഒരു ബോധ്യം ജീവിതത്തിൽ ലഭിക്കാൻ നമുക്ക് ഒരുമിച്ച് ചേർന്ന് വായിക്കാം. ഒരുമിച്ച് ചേർന്ന് നമുക്ക് വായിക്കാം. ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതിനാൽ നമുക്ക് ആത്മധൈര്യത്തോടെ പറയാം, കർത്താവാണ് എൻ്റെ സഹായകൻ, ഞാൻ ഭയപ്പെടുകയില്ല, മനുഷ്യന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും. അപ്പോൾ ഈ വചനം നമ്മുടെ ജീവിതത്തിൽ വിശ്വസിക്കുമ്പോൾ കർത്താവ് നമ്മുടെ സഹായകനായിട്ട് മാറും. അതോടൊപ്പം തന്നെ മനുഷ്യർ ഏതെങ്കിലും പ്രത്യേകമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തെ തകർത്ത് കളയാൻ ക്രമീകരിച്ചിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് എടുത്തു കളയാൻ, അതിൽ നിന്ന് സംരക്ഷണം തരാൻ കർത്താവിന് പറ്റും. പറഞ്ഞേ ഹല്ലേലൂയ. വലതുകരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് നമുക്ക് ഈ വചനം ഞാൻ പറയുമ്പോൾ അത് ഏറ്റുചൊല്ലി നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും പ്രത്യേകമായ പ്രതിസന്ധിയിലൂടെ നമ്മൾ ഇന്ന് കടന്നു പോകുന്നുണ്ടെങ്കിൽ, മനുഷ്യർ നമ്മുടെ ജീവിതത്തെ തകർത്ത് കളയുന്നുണ്ടെങ്കിൽ, നമുക്ക് ഈ വചനം നമ്മുടെ ജീവിതത്തിൽ എല്ലാ പ്രതിസന്ധികളും കുടുംബങ്ങളിൽ നിന്ന് വിട്ടുപോകാൻ ഈ വചനം നമുക്ക് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. വലതുകരം ഉയർത്താം. വലതുകരം ഉയർത്തി വേണേ ഒന്ന് എഴുന്നേറ്റിരുന്നു, കുഴപ്പമില്ല, നല്ലതാണത്. എഴുന്നേറ്റ് നിൽക്കുന്ന രക്ത ഓട്ടമൊക്കെ നല്ലതാണ്. ഇരുന്നിരുന്ന് ചിലപ്പോൾ ഉണ്ടല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം നമുക്ക് വലതുകരം ഉയർത്തി പറയാം, ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതിനാൽ നമുക്ക് ആത്മധൈര്യത്തോടെ പറയാം, കർത്താവാണ് എൻ്റെ സഹായകൻ, മനുഷ്യന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിച്ച് കർത്താവിനെ ആരാധിക്കുന്നു. ഈ വചനത്തിൻ്റെ അഭിഷേകം പ്രത്യേകമായിട്ട് നമ്മുടെ കുടുംബങ്ങളിൽ, വ്യക്തി ജീവിതങ്ങളിൽ ലഭിക്കാൻ ആഗ്രഹിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി, യേശുവേ ആരാധന. റൂഹായെ നന്ദി പറഞ്ഞ് ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് നമുക്ക് ഇരിക്കാം. കർത്താവ് നമ്മോട് പറയും, ആത്മധൈര്യത്തോടെ പറയണം, കർത്താവാണ് എൻ്റെ സഹായകൻ, മനുഷ്യർക്ക് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും. അപ്പം ചിലപ്പോൾ ഒരുപക്ഷെ നമ്മുടെ ഉയർച്ചയ്ക്കും അതുപോലെ വളർച്ചയ്ക്കും ഐശ്വര്യത്തിനും തടസ്സമായി നമ്മുടെ അടുത്തുള്ളവരോ അല്ലെങ്കിൽ ബന്ധുക്കളോ ഇങ്ങനെ പലരും ചെയ്തു, അല്ലെങ്കിൽ മന്ത്രവാദം ചെയ്തു, കൂടോത്രം ചെയ്തു എന്ന് പറഞ്ഞ്
പലതരത്തിൽ തെറ്റായ വഴികളിലൂടെ നെഗറ്റീവായിട്ട് പോകുന്നവരുണ്ട്. അത് എൻ്റെ അയലോക്കാരൻ ഒരു മന്ത്രവാദം ചെയ്തതാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു ഫാക്ടറി നടത്തുന്ന ഒരു ചേട്ടൻ എന്നോട് പറഞ്ഞ കാര്യമുണ്ട്. ഫാക്ടറി നടത്തുന്ന ചേട്ടൻ, ഈ ഫാക്ടറി നടത്തുന്ന ഈ ചേട്ടൻ്റെ ഫാക്ടറി വലിയ മെച്ചപ്പെടാതെ പോകുന്ന സമയത്ത് ഒരു ദിവസം ഈ ചേട്ടൻ പറഞ്ഞു, അവിടെ ഒന്ന് പ്രാർത്ഥിക്കാമെന്ന് ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ ഒരു വഴിക്ക് പോയിട്ട് വരുന്ന വഴിക്ക് ഞങ്ങൾ അവിടെ കയറി, അവിടെ വന്നിരുന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ അന്നേരം എൻ്റെ കയ്യിൽ മാതാവിൻ്റെ മിറാക്കുലസ് മെഡൽ ഉണ്ടായിരുന്നു. ആ മിറാക്കുലസ് മെഡൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇതാ കമ്പനി വെച്ചേക്കാൻ പറഞ്ഞു, മാതാവിൻ്റെ ഈ മെഡൽ അവിടെ സൂക്ഷിച്ചോളാനും പറഞ്ഞു. അങ്ങനെ അവിടുന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ പോന്ന് ഈ കമ്പനി വളരെ മെച്ചപ്പെട്ടു. പിന്നീട് നല്ല ബിസിനസ്സായി. അങ്ങനെ ഈ കമ്പനിയെല്ലാം നന്നായിട്ട് പോകുന്നുണ്ട്. ഏതാണ്ട് ഒരു വർഷമായി കഴിഞ്ഞപ്പോൾ ഈ ചേട്ടൻ എന്നോട് പറഞ്ഞു, ഇപ്പോൾ ഭയങ്കര പ്രശ്നമാണെന്ന് പറഞ്ഞു. അവിടെ ഭയങ്കര പ്രശ്നം, പുള്ളിക്ക് ഭയങ്കര അസ്വസ്ഥത. എന്നിട്ട് പറഞ്ഞു, എൻ്റെ കമ്പനി ഇപ്പോൾ നന്നായിട്ട് പോകുന്നില്ല, കാരണം എൻ്റെ അയലോക്കത്തുള്ള വ്യക്തികൾ ഈ കമ്പനി നന്നായിട്ട് നടക്കുന്നത് കണ്ടപ്പോൾ അവർക്ക് അസൂയ കയറി അവർ കൂടോത്രം ചെയ്തു. അതുകൊണ്ട് ഈ കമ്പനി ഇപ്പം നന്നാകുന്നില്ല. ഞാൻ പുള്ളിയുടെ ബിസിനസ് സ്ഥാപനത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഈ കമ്പനി നന്നായിട്ട് ഓടാൻ തുടങ്ങി, നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ പുള്ളി അടുത്ത ഒരു കമ്പനി തുടങ്ങി, അതുപോലെയുള്ള കമ്പനി. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ലെന്നായി പോയി. വർക്കിംഗ് ക്യാപിറ്റൽ, പ്രവർത്തിക്കാനുള്ള ഫണ്ട് ഇല്ലെന്നായി. കമ്പനി ഓടിക്കാനുള്ള ഫണ്ട് കയ്യിൽ വേണ്ടേ? മലയാളത്തിൽ ഇങ്ങനെ പറയാറുണ്ട്, ഇരുന്നിട്ട് കാല് നീട്ടിയാൽ പോരെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് നമുക്ക് സുപരിചിതമായ കാര്യമാണ്. ഇരുന്നിട്ട് കാല് നീട്ടിയാൽ മതി. അപ്പോൾ ഇത് ഇംപ്രൂഡൻ്റായി ചെയ്തിട്ട്, അവിവേകത്തോടെ ഒരു കാര്യം ചെയ്തിട്ട്, ഇത് അയലോകക്കാരൻ ഒന്ന് നോക്കി, എൻ്റെ കമ്പനിയിൽ നിന്ന് വണ്ടികൾ ഇറങ്ങിപ്പോകുന്നു, ലോറികൾ വന്ന് സാധനങ്ങളായിട്ട് പോകുന്നു, ഇത് കണ്ടതുകൊണ്ട് മെച്ചപ്പെട്ടതുകൊണ്ടാണ് അവൻ കൂടോത്രം ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിശ്വാസിയുടെ അവൻ വിശ്വാസിയാണോ? യേശുവിലാണ് അവൻ വിശ്വസിക്കുന്നത്, അല്ല യേശുവാണ് അവൻ്റെ ജീവിതത്തിൻ്റെ ഒരു നിധി. അപ്പോൾ ഇന്ന് ഈ തരത്തിലുള്ള ചിന്താഗതികൾ അനേകം ആൾക്കാർക്കുണ്ട്. കല്യാണം നടന്നില്ലെങ്കിൽ ഇത് പറയും, കല്യാണം നടന്നില്ലേ പറയും. ഇനി കല്യാണം നടന്ന് മക്കളുണ്ടായില്ലെങ്കിൽ അത് പറയും, ബിസിനസ് പൊളിഞ്ഞാൽ അത് പറയും, ഒരു രോഗം വന്നാൽ അത് പറയും, ഒരു ക്യാൻസർ രോഗം വന്നു, അല്ലെങ്കിൽ ഒരു സ്ട്രോക്ക് വന്നു, ഒരു അറ്റാക്ക് വന്നു, ഇവനെ ഇത് ചെയ്തതുകൊണ്ടാന്ന് പറയും. അപ്പോൾ സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്ന കാര്യം ഇതാ, ഞാൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല, അതുകൊണ്ട് അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? എബ്രായർ 13:5-6 പറയാണ്, ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് പറഞ്ഞിട്ടില്ലേ? അതുകൊണ്ട് നമുക്ക് ആത്മധൈര്യത്തോടെ പറയണം, കർത്താവാണ് എൻ്റെ സഹായകൻ, മനുഷ്യർക്ക് എന്നോട് എന്ത് ചെയ്യാൻ പറ്റും? ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. സന്തോഷത്തോട് പറഞ്ഞേ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ വഴികളിലൂടെ യാത്ര ചെയ്യുന്ന ഒരുവൻ്റെ ബിസിനസ് സ്ഥാപനത്തിൽ ഒന്നും ആർക്കും താർക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അങ്ങനെ തെറ്റായ ഏതെങ്കിലും ബോധ്യമുണ്ടെങ്കിൽ, മനസ്സിലുണ്ടെങ്കിൽ അത് നമ്മൾ തിരുത്തണം. അതിനെക്കുറിച്ച് അതുകൊണ്ട് ഏശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ 54-ാമത്തെ അധ്യായം 17-ാമത്തെ തിരുലിഖിതം, ഏശയ്യാപ്രവാചകന്റെ പുസ്തകം 54:17 അതുകൊണ്ട് വീണ്ടും വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. കർത്താവ് അരുളി ചെയ്യുന്നു, നിന്നെ ഉപദ്രവിക്കാൻ ഉണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാവുകയില്ല, നിനക്കെതിരെ വിധി പ്രസ്താവിക്കുന്ന എല്ലാ നാവുകളെയും നീ കണ്ടിക്കും, കർത്താവിൻ്റെ ദാസരുടെ പൈതൃകവും എൻ്റെ നീതി നടത്തലുമാണിത്. ദൈവത്തിന് വചനം പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് ഈശോ പറയാ, കർത്താവ് അരുളി ചെയ്യുന്നു, നിന്നെ ഉപദ്രവിക്കാൻ ഉണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാകില്ല, നിന്റെ ജീവിതത്തിൽ നിന്നെ ഉപദ്രവിക്കില്ല.
ഇത് ഒരു യേശുവിൽ വിശ്വസിക്കുന്ന, യേശുവിനെ നിധിയായി കാണുന്ന ഒരു വ്യക്തി ഇത് വിശ്വസിച്ചേ പറ്റൂ. ഇത് വിശ്വസിക്കാത്തതാണ് ഇന്നത്തെ പ്രശ്നങ്ങൾ മുഴുവൻ. അനേകം ആൾക്കാരുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ ഇതാണ്. നമ്മെ ഉപദ്രവിക്കുന്ന അയലോകക്കാരൻ അല്ലെങ്കിൽ വേറൊരു മതസ്ഥൻ, അവൻ അവിടെ ഒരു ഇത് ചെയ്തതുകൊണ്ട് ഇത് ശരിയാവുമോ? ഹല്ലേലൂയ. ഇത് നമ്മുടെ ശുശ്രൂഷകർക്കും ഇതുപോലെയുള്ള ചിന്താഗതി ഉണ്ടാകും. ശുശ്രൂഷകർക്കും ഉണ്ടാകും, യാതൊരു സംശയവും വേണ്ട. ഞാൻ ഒരു സ്ഥലത്ത് നമ്മളിപ്പോൾ ഈ ഏകദിന ശുശ്രൂഷകർക്കും മനസ്സിൽ കയറുന്ന ഒരു തെറ്റായ ബോധ്യം എന്ന് പറയാൻ കാരണമുണ്ട്. ഞാൻ വിവിധ സ്ഥലങ്ങളിൽ എല്ലാ മാസം ഇതുപോലെ ഏകദിന കൺവെൻഷൻ നടത്തുന്നുണ്ട്. അത് ചിലയിടത്ത് 100-400 പേര് വരുന്നുണ്ട്, ചില 200 പേര് വരുന്നുണ്ട്. ഏതാണ്ട് ഒരു 10-12-14 സ്ഥലങ്ങളിൽ എല്ലാ മാസവും ഇതുപോലെ നടത്തുന്നുണ്ട്. അപ്പോൾ ഏതാണ്ട് ഇപ്പോഴത്തെ കണക്കനുസരിച്ച് നോക്കുകയാണെങ്കിൽ എല്ലാ സ്ഥലത്തെയും കൂട്ടുകയാണെങ്കിൽ ഒരു 14,000 പേര് ഇപ്പോൾ ശുശ്രൂഷ എല്ലാ മാസവും വരുന്നുണ്ട്. ഇനിയും കൂടിക്കൊണ്ടിരിക്കുകയാണ്. വിവിധ സ്ഥലങ്ങളിൽ ശുശ്രൂഷയിൽ ആൾക്കാരിപ്പം ഈ കോവിഡിന് ശേഷം അധികം ഇല്ലായിരുന്നു, പക്ഷെ നമ്മൾ വീണ്ടും ആരംഭിച്ചു. അതെല്ലാം കഴിഞ്ഞപ്പോൾ വിവിധ സ്ഥലങ്ങളിൽ സെൻറ്റേഴ്സിലേക്കൊന്നും വരാൻ പറ്റാത്തതുകൊണ്ട് വിവിധ സ്ഥലങ്ങളിൽ, രൂപതയുടെ വിവിധ സ്ഥലങ്ങളിൽ അത് 500 ആയിരുന്നു, ഇപ്പം 14,000 ചില്ലുവാനും ആൾക്കാർ എല്ലാ സ്ഥലത്തും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഇപ്പം വരുന്നുണ്ട്. അത് എല്ലാ പ്രാവശ്യം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു സ്ഥലത്തെ ഒരു ശുശ്രൂഷ എന്നോട് പറഞ്ഞു, ഇവിടെ ആൾക്കാർ അന്ന് ആ സമയത്ത് ഈ കഴിഞ്ഞ ഈസ്റ്ററിൻ്റെയൊക്കെ സമയത്താണ്. അത് കഴിഞ്ഞപ്പം അത് കോവിഡൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഇങ്ങനെ ആലസ്യത്തിയിരിക്കുന്ന ഒരു സമയമാണ്, അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അത് മാത്രമല്ല, ഈസ്റ്റർ കഴിഞ്ഞ് പിറ്റേ ദിവസം ചൊവ്വാഴ്ച ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അന്ന് 9 പേരേ വന്നുള്ളൂ. അവിടെ 100 പേരോളം അന്ന് വരുന്നുണ്ട്, തുടങ്ങിയിട്ട് 100 പേരോളം വരുന്നതാണ്. പക്ഷേ അവർ 9 പേരോളം. ഒന്ന്, ഇവരുടെ കമ്മ്യൂണിക്കേഷൻ ശരിയായില്ല. ഈസ്റ്റർ ദിനത്തിൽ ഇത് പറഞ്ഞ് ആരെങ്കിലും ഓർക്കുമോ? ബീഫും പോർക്കൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് പോകുന്നു ഇത് കയറി ഇരിക്കുന്ന സമയത്താണ്. അപ്പോൾ എന്നോട് ഒരു ചേട്ടൻ പറഞ്ഞു, ഇതിൻ്റെ അകത്ത് ആൾക്കാർ ഇവിടെ വരാതിരിക്കുന്ന കാരണം ഈ പള്ളിയുടെ ചുറ്റുപാട് 4 അമ്പലമുണ്ടെന്നും അതുകൊണ്ട് അവിടെ ഇങ്ങനെ പല പൂജകൾ നടക്കുന്നതുകൊണ്ട് ഇവിടെ ആൾ വരില്ലെന്ന് പറഞ്ഞാൽ ഒച്ചത്തിൽ പറഞ്ഞ് ഇന്ന് നാട്ടുകാർ കേൾക്കേണ്ടത് വെച്ചിട്ടാണ്. നമ്മുടെ കത്തോലിക്കരായ നമ്മുടെ മനസ്സിൽ കിടക്കുന്ന ചിന്തയാണ്. എന്നിട്ട് എന്നോട് പറഞ്ഞു, അതുകൊണ്ട് അവിടെ ഇങ്ങനെ പൂജകൾ നടക്കുന്നതുകൊണ്ടും അത് വലിയ വലിയ ശക്തമായ സ്ഥലങ്ങളായതുകൊണ്ടും ഇവിടെ ഈ ബലി അർപ്പിച്ചിട്ട് ഇവിടെ ഇനി ആൾ വരണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യണമെന്നാണ്. ഏത് ബന്ധിച്ചിട്ട് വരണം, ബഹിഷ്കരിച്ചിട്ട് വരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം ഞാൻ ഇവരോട് പറഞ്ഞു, മര്യാദയ്ക്ക് നിങ്ങൾ അറിയിക്കാൻ പറഞ്ഞില്ല സ്ഥലത്തും. ഹല്ലേലൂയ. നിങ്ങൾ എല്ലായിടത്തും അറിയിക്കുക, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ള നോട്ടീസൊക്കെ അടിച്ചു കൊടുക്കും. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നല്ല മധ്യസ്ഥ പ്രാർത്ഥന ഇവിടെ നിങ്ങൾ തന്നെ നടത്തിക്കൊണ്ടിരുന്ന, നിങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥന ഇവിടെ നടത്ത്, ബാക്കി കാര്യം ദൈവം നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. അവരെ കൊണ്ട് മധ്യസ്ഥ പ്രാർത്ഥന നിർബന്ധമായിട്ട് നമ്മൾ നടത്തിക്കാൻ തുടങ്ങി. നോട്ടീസുകൾ അടിച്ച എല്ലാ പള്ളികളിലും. നമ്മളൊരു കാര്യം ചിന്തിക്കണം, ദിവസം മാസത്തിൽ ഒരു ദിവസം ഒരു സ്ഥലത്ത് ചൊവ്വാഴ്ച നടക്കുമ്പോൾ ഇത് എത്ര പേരുടെ തലയിൽ കയറും? പള്ളിയിൽ അറിയിക്കുന്ന അറിയിപ്പ് എല്ലാവരും കേൾക്കുമോ? കേട്ടാൽ അത് മറന്നുപോയി. ഇനി ആ ദിവസം വന്നാൽ ഇത് ഓർക്കുമോ? ഇത് നമ്മൾ പ്രാക്ടിക്കലായിട്ട് കൂടി ഇത് ചിന്തിക്കണം. അതുകൊണ്ട് നിങ്ങൾ നോട്ടീസ് കൊടുത്തോണം, പള്ളികളെ അറിയിക്കേണ്ട കാര്യം കൃത്യമായിട്ട് അറിയിക്കുക. അതോടൊപ്പം ശക്തമായി ഇരുന്ന് മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യാമെന്നാണ് പറഞ്ഞു. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനുശേഷം ഇപ്പോൾ 10-400-500 ഒക്കെ ആൾക്കാർ വരാൻ തുടങ്ങുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചില ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്, കർത്താവിനെ ആരാധിക്കുന്നുണ്ട്, യേശുവിനെ നിധിയാന്ന് പറയും, ഹല്ലേലൂയ കരങ്ങളുരുത്തി പറയുകയും ചെയ്യും, കുർബാനയിലും പങ്കെടുക്കും, ഇതെല്ലാം കഴിയും. പക്ഷേ നമ്മളുടെ മനസ്സിൽ തെറ്റായ ബോധ്യങ്ങളോ തെറ്റായ ഭയമോ ആകുലതയോ ഈ തരത്തിൽ കയറി കഴിയുമ്പോൾ ആർക്കെങ്കിലും ആരെയും രക്ഷിക്കാൻ പറ്റുമോ? ആർക്കെങ്കിലും ആരെയും രക്ഷിക്കാൻ പറ്റുമോ? ആർക്കും ആരെയും രക്ഷിക്കാൻ പറ്റും? ഞാൻ ഇതൊക്കെ പച്ചയ്ക്ക് പറയുന്നത് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് പച്ചയ്ക്ക് പറയാൻ കാരണം ഇങ്ങനെ ഒരു ദൈവത്തിലൂടെ കർത്താവ് കൃത്യം പറയുന്നുണ്ട്. നമ്മൾ യേശുവിൽ വിശ്വസിച്ച് ദൈവത്തെ ആരാധിക്കുമ്പോൾ കൃപാവരത്തിലും പ്രസാദവരത്തിലും ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തെ തകർക്കാൻ ഒരു മനുഷ്യനും പറ്റില്ല. ഒന്നുകൂടി ഈ വചനം ഒന്ന് വായിച്ചു നോക്കിയേ, കൃത്യമായിട്ട് വായിച്ചു നോക്കിയാൽ അതിൻ്റെ അവസാനം പറയുന്ന കാര്യമുണ്ട്. കർത്താവ് അരുളി ചെയ്യുന്നു, നിന്നെ ഉപദ്രവിക്കാൻ ഉണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാവുകയില്ല. നിനക്കെതിരെ വിധി പ്രസ്താവിക്കുന്ന എല്ലാ നാവുകളെയും നീ ഖണ്ഡിക്കും.
എന്നിട്ട് പറയാ, കർത്താവിൻ്റെ ദാസരുടെ പൈതൃകവും എൻ്റെ നീതി നടത്തലുമാണിത്. ഇതാരുടെയാ ഇത്? കർത്താവിൻ്റെ ദാസരായിട്ടുള്ള ആരുടെ ജീവിതത്തിലും പൈതൃകമായി അവന് നൽകുന്ന സംരക്ഷണം കർത്താവിൻ്റെ കൃപയാണ്, കർത്താവിൻ്റെ കരുണയാണ്. അപ്പോൾ കർത്താവിൻ്റെ ഈ കരുണ പൈതൃകമായി, പൈതൃകം എന്ന് പറഞ്ഞാൽ എന്താ? പാരമ്പര്യമായി അബ്രാഹത്തോട് വാഗ്ദാനം ചെയ്ത ഈ വാഗ്ദാനം ആ യേശുവിൽ വിശ്വസിക്കുന്ന, ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് അന്ന് മുതൽ ഇന്ന് വരെ പൈതൃകമായി, പാരമ്പര്യമായി ദൈവം നൽകുന്ന സംരക്ഷണത്തെക്കുറിച്ചാണ് ഇവിടെ ഈ പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് കർത്താവിൻ്റെ ദാസരുടെ പൈതൃകവും എൻ്റെ നീതി നടത്തലുമാണിത്. ഞാൻ നീതി നടത്തി കൊടുക്കുന്ന ഈശോ പറഞ്ഞതിൻ്റെ അർത്ഥം. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇവിടെ ഇരിക്കുന്ന അല്ലെങ്കിൽ ഈ വചനം കേൾക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഭയത്തിൻ്റെ, ആകുലതയുടെ ആവശ്യമുണ്ടോ? ഭയപ്പെടേണ്ട ആവശ്യമുണ്ടോ? ജീവിതത്തിൽ തകർന്നു ഒരു ശക്തിക്കും തകർത്ത് കളയാൻ പറ്റില്ല എന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ, സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ആദ്യം കേട്ടൊരു വചനമുണ്ട്, ജോബിൻ്റെ പുസ്തകം 22-ാമത്തെ അധ്യായം 25-ഉം 26-ഉം തിരുലിഖിതങ്ങൾ. ആ വചനം ഒന്ന് വായിച്ചു നോക്കി. അതിനുശേഷം 27-ഉം 28-ലും വളരെ മനോഹരമായ രീതിയിൽ ദൈവത്തിൻ്റെ സംരക്ഷണത്തെക്കുറിച്ച് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഒരു വ്യക്തി ദൈവത്തിലേക്ക് നോക്കിയാൽ, യേശുവിലേക്ക് നോക്കിയാൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച്, 3 അനുഗ്രഹങ്ങളെക്കുറിച്ച് അവിടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. നമുക്ക് ആ വചനം ഒന്ന് വായിക്കാം. ജോബിൻ്റെ പുസ്തകം 22-ാമത്തെ അധ്യായം 25-ഉം 26-ഉം തിരുലിഖിതങ്ങൾ. വചനം പഠിപ്പിക്കുക. സർവശക്തൻ നിനക്ക് സ്വർണവും വിലപിടിച്ച് വെള്ളിയുമാകുമെങ്കിൽ നീ സർവശക്തനിൽ ആനന്ദിക്കുകയും ദൈവത്തിന് നേരെ മുഖമുയർത്തുകയും ചെയ്യും. അപ്പം നീ യേശുവിനെ നിധിയായി കണ്ടിട്ടുണ്ടെങ്കിൽ, യേശുവിനെ ദൈവമായി നീ ശരിയായിട്ട് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, നീ ദൈവത്തിലേക്ക് കണ്ണുകൾ ഉയർത്തും. അതുപോലെ തന്നെ ആ ദൈവം, യേശു നിൻ്റെ കൂടെയുണ്ട് എന്ന തിരിച്ചറിവിൽ ആനന്ദിക്കും. അങ്ങനെ ദൈവത്തിലേക്ക് കണ്ണുകൾ ഉയർത്തുന്ന, ദൈവത്തെ ആരാധിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ലഭിക്കുന്ന 3 കാര്യങ്ങളെക്കുറിച്ച് തുടർന്ന് പറയുകയാണ്. 27-ാമത്തെ വചനം വായിച്ചു നോക്കിയേ. നീ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും അവിടുന്ന് അത് ശ്രവിക്കുകയും ചെയ്യും. അപ്പോൾ ദൈവത്തിലേക്ക് ഹൃദയമുയർത്തി, മനസ്സുയർത്തി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം നൽകുന്ന അനുഗ്രഹമാണ്. നീ പ്രാർത്ഥിച്ചാൽ നിന്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കും. നിന്റെ പ്രാർത്ഥന വൃഥാവിലായി തീരില്ല എന്ന് കർത്താവ് പറയുകയാണ്. 2-ാമത്തെ കാര്യം പറയുന്നുണ്ട്, നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും. നീ തീരുമാനിക്കുന്ന കാര്യം, നീ ഒരു ബിസിനസ് ചെയ്യാൻ പോയാൽ നീ തീരുമാനിച്ചു, അത് നടത്താൻ തീരുമാനിച്ചു, അത് വിജയത്തിലെത്തും. നീ നിന്റെ മകനെ ഒരു ജോലി മേഖല തുറന്നു കിട്ടാൻ ആഗ്രഹിച്ച് നീ പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ ജോലി മേഖല ദൈവം തുറന്നു തരും. നീ ഒരു വീട് പണിയാൻ ആലോചിച്ചാൽ നിന്റെ തീരുമാനത്തെ കർത്താവ് അനുഗ്രഹിക്കും. നിന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ അനുഗ്രഹിക്കപ്പെടാൻ നീ ചെയ്യുന്ന കാര്യങ്ങൾ കർത്താവ് അതിനെ അനുഗ്രഹിക്കുമെന്നാണ് പറയുന്നത്. ഒറ്റ കാര്യമുള്ളൂ, കണ്ടീഷൻ ഇത്രേ ഉള്ളൂ. നീ ദൈവത്തിലേക്ക് നോക്കണം, ദൈവത്തെ നിധിയായി കാണണം, യേശുവിനെ നിധിയായി കാണണം. അങ്ങനെ നിധിയായി കാണുമ്പോൾ 3 കാര്യങ്ങൾ, നമുക്ക് 3 കാര്യങ്ങൾ വലതുകീരുമേർത്തി പറയാം. നീ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും അവിടുന്ന് അത് ശ്രവിക്കുകയും ചെയ്യും. നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും. നിന്റെ പാതകൾ പ്രകാശിതമായി തീരും. 3-ാമത്തെ കാര്യം, നിന്റെ പാതകളെ കർത്താവ് പ്രകാശിപ്പിക്കും. നീ പോകുന്ന വഴികൾ സുഗമമായിട്ട് മുമ്പോട്ട് പോകാൻ, ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ, തകർച്ചകളെ എടുത്തു മാറ്റാൻ കർത്താവ് നിന്റെ കൂടെ പ്രകാശമായിട്ട് കടന്നു വരുമെന്നാണ് പറയുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ, സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം കർത്താവ് നിന്റെ ജീവിതത്തിൻ്റെ പാതകളെ പ്രകാശിപ്പിക്കും. നീ ഏതെല്ലാം വഴികളിൽ തകർച്ചയിലൂടെ കടന്നുപോയാലും കർത്താവ് നിന്റെ ജീവിതത്തിൻ്റെ പ്രകാശമായിട്ട് മാറും. അതുകൊണ്ടാണ് യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ 60-ാമത്തെ അധ്യായം 19-ാമത്തെ തിരുലിഖിതം, യെശയ്യാപ്രവാചകന്റെ പുസ്തകം 60-ാമത്തെ അധ്യായം 19-ാമത്തെ തിരുലിഖിതം, അവിടെ വചനം പഠിപ്പിക്കുകയാണ്. പകൽ സൂര്യനായിരിക്കുകയില്ല, ഇനി നിനക്ക് പ്രകാശം തരിക. നിനക്ക് പ്രകാശം നൽകാൻ രാത്രിയിൽ ചന്ദ്രനായിരിക്കുകയില്ല പ്രശോഭിക്കുന്നത്. കർത്താവായിരിക്കും നിന്റെ നിത്യമായ പ്രകാശം, നിന്റെ ദൈവം ആയിരിക്കും നിന്റെ മഹത്വം. നമുക്ക് ഒരിക്കൽ കൂടി കേൾക്കാം ആ വചനം. പകൽ സൂര്യനായിരിക്കുകയില്ല, ഇനി നിനക്ക് പ്രകാശം തരുന്നത്.
നിനക്ക് പ്രകാശം നൽകാൻ രാത്രിയിൽ ചന്ദ്രനായിരിക്കുകയില്ല പ്രശോഭിക്കുന്നത്, കർത്താവായിരിക്കും നിന്റെ നിത്യപ്രകാശം. നിന്റെ ദൈവമായിരിക്കും നിന്റെ മഹത്വം. അപ്പം അതുകൊണ്ട് ഒരു വ്യക്തി ജീവിത പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തെ നോക്കുന്ന ഒരു വ്യക്തിയുടെ പാതകളെ പ്രകാശിപ്പിക്കും. അത് പകൽ സൂര്യനല്ല നിനക്ക് തരുന്ന വെട്ടം, സൂര്യൻ്റെ വെട്ടം കൊണ്ടല്ല നീ നയിക്കപ്പെടേണ്ടത്, ദൈവത്തിൻ്റെ പ്രകാശം കൊണ്ടാണ്. നിന്റെ നിത്യപ്രകാശം നിന്റെ കർത്താവാണ്. അപ്പം കർത്താവ് പകല് നിന്നെ നയിക്കും, രാത്രിയിൽ നിന്നെ നയിക്കും. പകലും രാത്രിയിലും കർത്താവിൻ്റെ സംരക്ഷണം നിന്റെ കൂടെയുണ്ട് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. അതുകൊണ്ടാണ് സങ്കീർത്തന പുസ്തകം 23-ാമത്തെ അധ്യായം എടുത്ത് സങ്കീർത്തന പുസ്തകം 23 അവിടെ ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവം നൽകുന്ന സംരക്ഷണത്തെക്കുറിച്ച് വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. സങ്കീർത്തന പുസ്തകം 23. രണ്ടാമത്തെ 1 മുതലുള്ള വചനം വായിക്കാം. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചയായ പുൽത്തകടികളിൽ അവിടുന്ന് എനിക്ക് വിശ്രമം അരുളുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. തൻ്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അപ്പം പകലും രാത്രിയും നിന്നെ സംരക്ഷിക്കാൻ ദൈവമായ കർത്താവ് നിന്റെ കൂടെയുണ്ട്. മരണത്തിൻ്റെ നിഴൽ വീണ വഴികളിലൂടെ നീ സഞ്ചരിക്കുമ്പോൾ അവിടുന്ന് നിന്റെ ജീവിതത്തിൽ പ്രകാശമായിട്ട് മാറും, നിന്നെ സംരക്ഷിക്കും. തുടർന്ന് വരുന്ന വചനം പറയുന്നുണ്ട്, അങ്ങയുടെ ഊന്നുവടിയും ദണ്ഡും എനിക്ക് ഉറപ്പേകുന്നു. എൻ്റെ ശത്രുക്കളുടെ മുമ്പിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. തുടർന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ്. സങ്കീർത്തനം 23:6 വചനം പഠിപ്പിക്കുകയാണ്, അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. അപ്പം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ നന്മയും ദൈവത്തിൻ്റെ കരുണയും ജീവിതകാലം മുഴുവൻ നമ്മെ അനുഗമിക്കും. കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. കർത്താവിൻ്റെ സംരക്ഷണത്തിൽ, കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ ജീവിക്കാൻ കർത്താവ് നിന്നെ സഹായിക്കും. അപ്പം അതുകൊണ്ട് ഒരു ശക്തിക്കും നിന്റെ ജീവിതത്തെ ഇളക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ്. അപ്പോൾ പകലും രാത്രിയും സംരക്ഷണം നൽകുന്ന ഒരു ദൈവമുണ്ട് എന്ന് വിശ്വസിക്കണം. ഞാൻ ഓർക്കുന്നുണ്ട്, ഈ മാസം വടക്കഞ്ചേരിയിൽ 2-ാം ചൊവ്വാഴ്ച നടത്തിയ ഏകദിന കൺവെൻഷനിൽ ഒരു അമ്മച്ചി വന്ന് സാക്ഷ്യം പറഞ്ഞ, ഇത് ഡിസംബർ മാസമാണ്. ഈ ഡിസംബറിലെ 2-ാമത്തെ ചൊവ്വാഴ്ച സാക്ഷ്യം പറഞ്ഞു. നവംബർ മാസത്തിൽ ഹൈന്ദവ കുടുംബത്തിൽപ്പെട്ട ഒരു അമ്മച്ചി, പ്രായമായ അമ്മച്ചിയാണ്. ഈ അമ്മച്ചി ഒരു സങ്കടവുമായി അവിടെ വരികയാണ്. 37 വയസ്സുണ്ട്, മകന് കല്യാണം നടക്കുന്നില്ല. അപ്പം അതുകൊണ്ട് പ്രത്യേകമായിട്ടും ഭയങ്കരമായ രീതിയിൽ ഇവർ അന്വേഷിച്ചു. പക്ഷേ ഭയങ്കര പ്രതിസന്ധി, കല്യാണം നടക്കുന്നില്ല. കല്യാണം നടക്കാതെ ഭയങ്കര വിഷമത്തിലും സങ്കടത്തിലും വന്ന ഈ അമ്മച്ചി പ്രാർത്ഥിക്കാൻ വേണ്ടി വരികയാണ്. അപ്പോൾ അവിടെ വെച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് ഇങ്ങനെ തോന്നി. എന്നാൽ വെഞ്ചരിച്ച വെള്ളം അവിടെ വെച്ചിട്ടുണ്ട്. വെഞ്ചരിച്ച വെള്ളം ഒരു കുപ്പി കൊണ്ടുപോയി അവന് കുടിക്കാൻ കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടു. വെഞ്ചരിച്ച വെള്ളം കുടിക്കാൻ കൊടുത്താൽ മതി, കല്യാണ തടസ്സം മാറിപ്പോയിക്കൊടുന്നു. ഈ അമ്മച്ചി അങ്ങനെ, ഞാൻ പറഞ്ഞു അവരോട് ആരെങ്കിലും ചോദിച്ചാൽ ഒരു ബോട്ടിൽ തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ബോട്ടിൽ മേടിച്ചുകൊണ്ട് പോയി. അങ്ങനെ വെള്ളം കുടിച്ചു. ഈ പിറ്റേ മാസം 2-ാം ചൊവ്വാഴ്ച ഈ മാസം ഡിസംബറിൽ വന്നിട്ട് എന്നോട് പറഞ്ഞ കാര്യം ഇതാണ്. അവിടെ സാക്ഷ്യം പറഞ്ഞ ഇങ്ങനെയാണ്, ഈ അമ്മച്ചി ഇവിടുന്ന് വെള്ളം എടുത്തുകൊണ്ട് പോയി, എന്നിട്ട് വിശ്വസിച്ചു, യേശുവിനെ ആരാധിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിച്ച് മകനോട് പറഞ്ഞു, നീ ഇത് കുടിക്കാൻ പറഞ്ഞു. പല ദിവസമായിട്ട് കുടിക്കാൻ പറഞ്ഞു. അങ്ങനെ പല ദിവസമായിട്ട് കുടിച്ചു. ഇത് കുടിച്ച് ഒരാഴ്ച പോലും ആയില്ലെന്നാണ് പറഞ്ഞത്. അതിനുള്ളിൽ 37 വയസ്സായി. കല്യാണ തടസ്സം ഉണ്ടായിരുന്നു. പക്ഷേ ഏതോ ആൾക്കാർ വിളിച്ചു, വന്ന് കണ്ടു, ഇഷ്ടപ്പെട്ടു, കല്യാണം ഉറപ്പിച്ചു. ഈ ഡിസംബർ മാസം ഈ 27-ന് ശേഷം ഏതോ ഒരു ദിവസം ഈ 30-ാം തീയതിക്കുള്ളിൽ കല്യാണം നടക്കുന്ന ഈ അമ്മച്ചി സാക്ഷ്യം പറയുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ, സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം ദൈവത്തിൻ്റെ വചനം പറയാം, നീ തീരുമാനിക്കുന്ന കാര്യം
നിനക്ക് നടത്തി തരും. നീ തീരുമാനിക്കുന്ന കാര്യം നിന്റെ ജീവിതത്തിൽ ലഭിക്കും. നിന്റെ പാതകൾ പ്രകാശപൂരിതമായി തീരും. അപ്പോൾ യേശുവിനെ നിധിയായി കണ്ട് വിശ്വസിക്കാൻ ആരംഭിക്കുമ്പോൾ ദൈവം അവിടെ പ്രവർത്തിക്കാൻ ആരംഭിക്കും. അതുകൊണ്ട് പകലോ രാത്രിയോ എന്ന് വ്യത്യാസമില്ലാതെ ദൈവത്തിൻ്റെ സംരക്ഷണം അവിടുന്ന് തരും. അതുകൊണ്ടാണ് സങ്കീർത്തനം 91 നമ്മൾ ദൈവത്തിൻ്റെ സംരക്ഷണത്തെക്കുറിച്ചെല്ലാം പറയുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ പ്രത്യേകമായിട്ടും നമ്മെ പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം സങ്കീർത്തനം 91:4 വചനം പറയുന്നുണ്ട്. തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും, അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും, അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും. രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. അപ്പൊ രാത്രിയുടെ ഭീകരതയോ പകൽ പറക്കുന്ന അസ്ത്രത്തെയോ നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് 10,000 എങ്കിലും നിനക്ക് അനർത്ഥവും സംഭവിക്കുകയില്ല. ദൈവത്തിൻ്റെ വചനം പറയാം. ഇങ്ങനെ പല പ്രശ്നങ്ങളിലൂടെ പ്രതിസന്ധികളിലൂടെ എല്ലാം നീയും നിന്റെ ജീവിതവും നിന്റെ കുടുംബവും ബിസിനസ് മേഖലകളും സാമ്പത്തിക മേഖലകളും എല്ലാം കടന്നുപോയാൽ നിനക്ക് ഒരനർത്ഥവും സംഭവിക്കാതെ നിന്റെ ഭവനത്തെ സംരക്ഷിക്കാൻ കർത്താവുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. വലതുകരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ ആരാധന. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ഒരനർത്ഥവും നിന്റെ ജീവിതത്തെയോ നിന്റെ കൂടാരത്തെയോ ഭവനത്തെയോ ബാധിക്കുകയില്ല എന്ന് ദൈവത്തിന് വചനം പറയുകയാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനം 91:9-10 വചനത്തിൽ വചനം ഇങ്ങനെ പഠിപ്പിക്കുകയാണ്. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതനിൽ നീ വാസമുറപ്പിച്ചു, നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നമുക്ക് സുവിചരിതമായ ദൈവത്തിൻ്റെ വചനമാണ് ഇത്. നമ്മൾ എന്നും പ്രാർത്ഥിക്കുന്നവർ കാണും, എന്നും പ്രാർത്ഥിക്കുന്നവരുണ്ട്. പക്ഷെ ഇത് ജീവിതത്തിൽ ഒരു അനുഭവമായി മാറാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അത്രമാത്രം നമ്മൾ വിശ്വസിച്ചുകൊണ്ട് ഈ സങ്കീർത്തനം 91 ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കൂടാരത്തെ, എൻ്റെ ഭവനത്തെ, അതിൻ്റെ കെട്ടുറപ്പിനെ തകർത്ത് കളയുന്ന തിന്മയുടെ ശക്തികൾ എൻ്റെ കുടുംബങ്ങളിൽ നിന്നും വിട്ടുപോകാൻ ഞാൻ ഇന്ന് കർത്താവിൽ ആശ്രയിച്ച് ഈ സങ്കീർത്തനം ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുമെന്ന്, അതിൽ പറഞ്ഞ അനുഗ്രഹങ്ങൾ എൻ്റെ കുടുംബത്തിൽ ലഭിക്കുമെന്ന് വിശ്വസിച്ചാൽ കർത്താവ് അനുഗ്രഹിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുകയാണ്, ആ കർത്താവിനുള്ള സ്നേഹത്തിൽ ജീവിക്കുക, വിശ്വസിക്കുക. കർത്താവിനുള്ള സ്നേഹത്തിൽ ജീവിക്കുക, വിശ്വസിക്കുക. യേശുവിനെ തൻ്റെ ജീവിതത്തിൻ്റെ നിധിയായി കാണുക. ഇത് കണ്ടാൽ കർത്താവ് സംരക്ഷിക്കും, അതുപോലെ പരിപാലിക്കും. സങ്കീർത്തനം 91:14 വചനം അതുകൊണ്ട് ഇങ്ങനെ പഠിപ്പിക്കാൻ, അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും, എൻ്റെ നാമം അവൻ അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അപ്പൊ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം ഇതാ, കർത്താവിനുള്ള സ്നേഹത്തിൽ ഒട്ടി നിൽക്കുക, കർത്താവിൻ്റെ നാമത്തിൻ്റെ ശക്തി തിരിച്ചറിയുക. ഈ നാമത്തിൻ്റെ ശക്തി തിരിച്ചറിയുമ്പോൾ കർത്താവ് നമ്മുടെ ജീവിതത്തെ പരിപാലിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയ. വലതിരുമേർത്തി സങ്കീർത്തനം 91:14 ഏറ്റു പറയാം. സങ്കീർത്തനം 91:14 അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും, അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ സ്നേഹത്തിൽ ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും, അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. പറഞ്ഞേ ഹല്ലേലൂയാം. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം. അതുകൊണ്ട് യേശുവിൻ്റെ വഴികൾ തിരിച്ചറിയാനും യേശുവിനെ നിധിയായി ജീവിതത്തിൽ ഏറ്റെടുക്കുകയും ചെയ്യുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ നമ്മുടെ പാതകൾ പ്രകാശപൂരിതമാക്കി മാറ്റും. നമ്മുടെ പാതകളിലുള്ള അന്ധകാരത്തെ കർത്താവ് എടുത്തു മാറ്റും. ദൈവത്തിന് വചനം പറയുക. അതുകൊണ്ട് ജോബിൻ്റെ പുസ്തകം 22:27, 28 3 കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കുക. നീ പ്രാർത്ഥിച്ചാൽ അത് കർത്താവ് കേൾക്കും. നീ പ്രാർത്ഥിച്ചാൽ അത് കർത്താവ് കേൾക്കും.
രണ്ടാമത്തെ കാര്യം പറയാം, നീ തീരുമാനിക്കുന്ന കാര്യങ്ങൾ അവിടുന്ന് സാധിച്ചു തരും. നമ്മൾ തീരുമാനിക്കുന്ന കാര്യങ്ങൾ കർത്താവ് നടത്തി തരും, അത്ര ഉറപ്പ് പറയുകയാണ്. അതുകൊണ്ട് ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിലൂടെ എല്ലാം നമ്മൾ ഇന്ന് കടന്നു പോകുമ്പോൾ നമുക്ക് കർത്താവിന് നമ്മുടെ ജീവിതത്തെയും കുടുംബത്തെ സമർപ്പിക്കാം. നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്നാലോ? ഒന്ന് എഴുന്നേറ്റ് നിന്ന് രണ്ട് കരങ്ങളും ഉയർത്തി കർത്താവിൻ്റെ വലിയ ആ സാന്നിധ്യം വിശ്വസിച്ച് കർത്താവിൽ നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ മുഴുവനും കർത്താവിൻ്റെ കരങ്ങളിൽ വിട്ടുകൊടുത്തുകൊണ്ട്, ഈ പ്രതിസന്ധികളിൽ നീ മാത്രമാണ് ഞങ്ങളുടെ സഹായകൻ, നീ മാത്രമാണ് ഞങ്ങളുടെ രക്ഷകൻ, നീ ആണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ നിധി, അത് തിരിച്ചറിഞ്ഞുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളും സകല പ്രശ്നങ്ങൾക്കും ഉത്തരം നൽകുന്ന കർത്താവിന് മുമ്പിൽ നമുക്ക് രണ്ട് കരങ്ങളും ഉയർത്തി സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന. കർത്താവെ, ഞങ്ങൾ വിശ്വസിച്ച് ആരാധിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ പ്രശ്നങ്ങളിലും അങ്ങ് ഇടപെടണമേ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ അസ്വസ്ഥതകളും എടുത്തു മാറ്റണമേ. ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന സകല കാര്യങ്ങളിലും കർത്താവെ, നിൻ്റെ പരിപാലനം ഞങ്ങൾ ദർശിക്കുന്നു. നിനക്ക് വിട്ടുതന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ നയിക്കണമേ, വ്യക്തി ജീവിതങ്ങളെ നയിക്കണമേ, പരിശുദ്ധാത്മാവിൻ്റെ കൃപ കൊണ്ട് നിറയ്ക്കണമേ. ഞങ്ങളുടെ എല്ലാ പ്രതിസന്ധികളിലും മേൽ കർത്താവെ അങ്ങ് രാജാവായി വാഴണമേ. ഞങ്ങളുടെ പാതകളെ പ്രകാശപൂരിതമാക്കണമേ. ഞങ്ങളുടെ കേസുകൾ എടുത്തു മാറ്റണമേ. ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ എടുത്തു മാറ്റണമേ. വിവാഹ തടസ്സങ്ങൾ എടുത്തു മാറ്റണമേ. മക്കളിൽ ഉണ്ടാകാൻ തടസ്സങ്ങൾ എടുത്തു മാറ്റണമേ. കുടുംബ ബന്ധങ്ങൾ ശിഥിലീകരിക്കപ്പെട്ട അവസ്ഥകൾ ഈശോയെ എടുത്തു മാറ്റണമേ. സ്നേഹത്തിൻ്റെ ആത്മാവിനെ അയക്കണമേ. കൂട്ടായ്മയുടെ ആത്മാവിനെ അയക്കണമേ. അഭിഷേകപൂരിതമാക്കണമേ. ദൈവാരാധന കുടുംബങ്ങളിൽ നടക്കാൻ ഇടയാകട്ടെ. പരിശുദ്ധാത്മാവ് നയിക്കട്ടെ ഓരോ കുടുംബങ്ങളെയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ. എല്ലാവർക്കും ഇരിക്കാം. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഈ വചനം ദൈവത്തിന് പ്രയോറിറ്റി നൽകുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അനുഗ്രഹമാക്കി ആ ജീവിതത്തെ മാറ്റും. അതുകൊണ്ടാണ് നിയമാവർത്തന പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ 28-ാമത്തെ അധ്യായം, അതിൽ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പഠിപ്പിക്കുകയാണ്. ദൈവത്തെ നമ്മൾ നിധിയായി കണ്ടുമുട്ടി ദൈവത്തിൻ്റെ വചനങ്ങൾ ജീവിക്കാനും വിശ്വസിക്കാനും തയ്യാറാകുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ കൃപ കടന്നു വരുന്നതിനെക്കുറിച്ച് അവിടെ പറയുകയാണ്. നിയമാവർത്തന പുസ്തകം 28-ാമത്തെ അധ്യായം 1-ാമത്തെ തിലിഖിതം. നിന്റെ ദൈവമായ കർത്താവിൻ്റെ വാക്ക് കേട്ട് ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന കൽപ്പനകളെല്ലാം സൂക്ഷ്മമായി പാലിക്കുമെങ്കിൽ അവിടുന്ന് നിന്നെ ഭൂമിയിലെ മറ്റെല്ലാ ജനതകളെക്കാളും ഉന്നതനാക്കും. ദൈവത്തിന് വചനം പറയാം, ദൈവത്തിൻ്റെ വാക്ക് കേട്ട് ദൈവത്തിൻ്റെ കൽപ്പനകൾ നീ സൂക്ഷ്മമായി പാലിച്ചാൽ, അപ്പൊ ദൈവത്തിൻ്റെ വചനങ്ങൾ ഒരു വ്യക്തി സൂക്ഷ്മമായി പാലിച്ചാൽ ദൈവത്തിൻ്റെ വചനം പറയാം, നിന്നെ ഭൂമിയിലുള്ള മറ്റെല്ലാ ജനതകളെക്കാളും ഉന്നതനാക്കും. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ സ്നേഹമുള്ള ദൈവത്തിൻ്റെ വചനം പറയാം, ദൈവത്തിൻ്റെ കൽപ്പനകൾ സൂക്ഷ്മമായി പാലിച്ചാൽ നിന്റെ ജീവിതം മറ്റെല്ലാ ജനതകളെക്കാളും ഉന്നതമായ ജീവിതമായിരിക്കും. ഒരു കാലത്ത് അങ്ങനെയല്ലേ? ഒരു കാലത്ത് അങ്ങനെയായിരുന്നോ നമ്മുടെ കമ്മ്യൂണിറ്റി? ചിന്തിക്കുന്ന നല്ലതാണോ? ഇല്ലേ? പഠനത്തിൽ ഇല്ലായിരുന്നോ? പഠനത്തിൽ കയറി വന്നിട്ടില്ലേ? നല്ല സർവീസുകളിൽ, ഗവൺമെൻറ് സർവീസുകളിലും മറ്റെല്ലാ സ്ഥലം കയറിയിട്ടില്ലായിരുന്നു? സാമ്പത്തികമായി മെച്ചമുണ്ടായിരുന്നോ? കുടുംബത്തിൽ സമാധാനം ഇല്ലായിരുന്നോ? മക്കളുടെ കല്യാണങ്ങൾ നടന്നിരുന്നില്ലേ? എല്ലാ രീതിയിലും സമൂഹത്തിൽ നിലവാരം പുലർത്തി ജീവിച്ചിരുന്നില്ലേ? ഇതൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. നമ്മുടെ സമൂഹം, നമ്മുടെ കമ്മ്യൂണിറ്റി എവിടെ നിൽക്കുന്നതെന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഒന്നും വേണ്ട, പാലക്കാട് ടൗണിൽ കൂടി ഒന്ന് കടന്നു നോക്കിക്കേ. ഇന്നത്തെ ഈ അന്നുണ്ടായിരുന്ന സ്ഥാപനം ആരുടെ ആയിരുന്നു? ഇന്നത്തെ സ്ഥാപനം, നമ്മളുടെ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ആരുടെ കയ്യിലാണ്? ബിസിനസ് സ്ഥാപനം ആരുടെ കയ്യിലാണ്? ഓൾ ഇന്ത്യ നീറ്റ് എക്സാം ഒന്ന് എടുത്ത് നോക്കിക്കേ, കോമ്പറ്റീറ്റീവ് എക്സാം ഒന്ന് എടുത്ത് നോക്കിക്കേ. 1, 2, 3 റാങ്കിലേക്ക് വരുന്ന ആരാ? നമ്മുടെ കമ്മ്യൂണിറ്റി ആണോ? ഒരു ഗവൺമെൻറ് സർവീസിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിക്കേ. അധ്യാപനവും ആയിക്കോട്ടെ, ഡോക്ടർമാരിന്ന് കൂടി വരുന്ന ഇവിടുന്ന ഏത് കമ്മ്യൂണിറ്റിയിൽ നിന്ന്? അപ്പോൾ ഒരു കാലത്ത് മികച്ചു നിന്ന കമ്മ്യൂണിറ്റി, സമയങ്ങളിൽ കല്യാണങ്ങൾ നടന്നിരുന്നില്ലേ? സമയങ്ങളിൽ മക്കളുടെ ജീവിതങ്ങൾ ക്രമമായി പോയില്ലേ? ഇന്ന് നടക്കുന്നുണ്ടോ? ഇന്ന് സാമ്പത്തികമായിട്ടുണ്ടോ?
സ്റ്റാൻഡേർഡ് കുറഞ്ഞില്ലേ? ദൈവത്തിൻ്റെ വചനം പറയാ ഇനിയും രക്ഷപ്പെടാൻ വഴിയുണ്ട് എന്ന ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്. അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. നമ്മുടെ കമ്മ്യൂണിറ്റി വളരെ താഴേക്ക് പോയെന്നുള്ള സത്യം. അപ്പോൾ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്ന ഇതാണ്, നിന്റെ ദൈവമായ കർത്താവിൻ്റെ വാക്ക് കേട്ട് ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന കൽപ്പനകളെല്ലാം സൂക്ഷ്മമായി നീ പാലിച്ചാൽ, സൂക്ഷ്മമായി നീ പാലിക്കാൻ തയ്യാറായാൽ, ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പഠിപ്പിക്കുകയാണ്, ഭൂമിയിലെ മറ്റെല്ലാ ജനതകളെക്കാളും നിന്നെ ഉന്നതനാക്കും. അപ്പം ഇനിയും നമ്മൾ ഉന്നതമായ രീതിയിൽ നമ്മുടെ കുടുംബങ്ങൾ തകർന്നു പോകുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ കർത്താവ് സഹായിക്കുമെന്നാണ് പറയുന്നത്. കുടുംബങ്ങൾ ഛിന്നഭിന്നമാകുന്നില്ലേ? കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്നില്ലേ? നമ്മുടെ കമ്മ്യൂണിറ്റി കൂടുതൽ നടക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മുടെ കുടുംബങ്ങൾ, തലമുറകൾ അവസാനിക്കുന്ന ഒരു ലെവലിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സൂക്ഷ്മമായി ദൈവത്തിന് വചനം പാലിക്കുന്നതിൽ അലംഭാവം കാണിച്ചു തുടങ്ങി എന്നുള്ളതാണ്. അലംഭാവം കാണിക്കാൻ തുടങ്ങിയപ്പോൾ എല്ലാം വഴിവിട്ട പോലെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു സമാധാനമില്ല, സ്വസ്ഥതയില്ല, അഭിവൃദ്ധിയില്ല. ഇതെല്ലാം നമ്മുടെ കുടുംബങ്ങളിൽ കടന്നു വന്നത് ദൈവാരാധന ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ, യേശുവിനെ നിധിയായി കണ്ട ഒരു കാലഘട്ടത്തിൽ നമ്മളെല്ലാം ഇവിടെ വന്നവരാണ്. നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങളുമായിരുന്നു. അപ്പം അതുകൊണ്ട് നിയമാവർത്തന പുസ്തകം 28:1 സൂക്ഷ്മമായി പാലിച്ചാൽ നിന്നെ ഉയർത്തുമെന്ന് പറഞ്ഞ ദൈവം, എല്ലാവരേക്കാളും ഉയർത്തുമെന്ന് പറഞ്ഞ ദൈവം നിയമാവർത്തന പുസ്തകം 28:13 പറയുക, നിന്റെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകൾ ശ്രദ്ധാപൂർവം നീ പാലിക്കുമെങ്കിൽ, ശ്രദ്ധാപൂർവം നീ പാലിക്കുമെങ്കിൽ നിനക്ക് അഭിവൃദ്ധി ഉണ്ടാകും, നിനക്ക് അധോഗതി ഉണ്ടാകുകയില്ല. അപ്പോൾ ദൈവത്തിൻ്റെ വചനം പറയാം, നീ ശ്രദ്ധാപൂർവം ദൈവത്തിൻ്റെ വചനം പാലിച്ചാൽ നിനക്ക് അഭിവൃദ്ധി ഉണ്ടാകും, നിനക്ക് അധോഗതി ഉണ്ടാവുകയില്ല. ഇപ്പം രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നീ ദൈവത്തിൻ്റെ കൽപ്പനകൾ സൂക്ഷ്മമായി പാലിച്ചാൽ നിന്നെ ഉന്നതനാക്കും എല്ലാ ജനതകളെക്കാളും. എന്നിട്ട് പറയുക, നീ ശ്രദ്ധാപൂർവം പാലിച്ചാൽ നിന്റെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകും, നിന്റെ ജീവിതത്തിൽ അധോഗതി ഉണ്ടാവുകയില്ല. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ദൈവത്തെ തിരിച്ചറിഞ്ഞ്, യേശുവിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ്, യേശുവിനെ ആരാധിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ, യേശുവിനെ മഹത്വപ്പെടുത്താൻ തയ്യാറാകുമ്പോൾ, ദൈവത്തിൻ്റെ വഴിയിലൂടെ നമ്മൾ സൂക്ഷ്മമായി സഞ്ചരിക്കാൻ തയ്യാറാകുമ്പോൾ, ദൈവത്തിൻ്റെ വഴികളിലൂടെ ശ്രദ്ധാപൂർവം അവൻ്റെ കൽപ്പനകൾ പാലിക്കാൻ തയ്യാറാകുമ്പോൾ ഐശ്വര്യം ലഭിക്കും, അധോഗതി ഉണ്ടാവുകയില്ല. ഉന്നതമായ നിലയിലേക്ക് എല്ലാവരേക്കാളും, എല്ലാ ജനതകളെക്കാളും ഉന്നതമായി ദൈവം നമ്മെ വളർത്തും. പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങൾ വീണ്ടും അനുഗ്രഹിക്കപ്പെടണം. വീണ്ടും നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹത്തിൻ്റെ ഭവനമായി മാറണം, നാശത്തിൻ്റെ ഭവനമായിട്ട് പോകരുത്. ഇന്ന് നാശത്തിൻ്റെ അല്ലെങ്കിൽ വഴികളിലൂടെ നമ്മുടെ കുടുംബങ്ങൾ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ കർത്താവിനെ ആരാധിക്കണം, ഹൃദയം തുറന്ന് ആരാധിക്കണം. ഹൃദയം തുറന്ന് കർത്താവിനെ ഇവിടെ ആരാധിക്കുമ്പോൾ കർത്താവിന് നമ്മുടെ ജീവിതത്തിൻ്റെ നായകനായിട്ട് വരും, കുടുംബത്തിൻ്റെ രക്ഷകനായിട്ട് വരും. കുടുംബത്തിലേക്ക് കർത്താവ് കടന്നു വരും, കർത്താവിൻ്റെ ശക്തി കുടുംബത്തിൽ കടന്നു വരും. ഓരോ കുടുംബങ്ങളും അനുഗ്രഹത്തിൻ്റെ ഭവനമായിട്ട് മാറും. അതുകൊണ്ടാണ് നിയമാവർത്തന പുസ്തകം 28:2 മുതൽ വചനങ്ങളിൽ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പഠിപ്പിക്കുക, അവിടുത്തെ വചനം ശ്രദ്ധാപൂർവം നീ ശ്രവിച്ചാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിന്റെ മേൽ ചൊരിയും, ഈ അനുഗ്രഹങ്ങൾ നിന്റെ മേൽ ചൊരിയും. ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുക. എന്നിട്ട് പറയാം, 3-ാമത്തെ വചനത്തിൽ പറയാം, നഗരത്തിലും വയലിലും നീ അനുഗ്രഹീതനാകും. നഗരത്തിലും വയലിലും. നീ ഒരു കച്ചവടത്തിന് പോയാൽ, നീ ഒരു കൃഷി ഇറക്കിയാൽ നിന്നെ കർത്താവ് അനുഗ്രഹിക്കുമെന്നാണ് പറഞ്ഞത്. നീ പട്ടണത്തിൽ ഒരു ബിസിനസ് വെച്ചാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനായിട്ട് ഉദ്യമം ആയിട്ട് നീ ഇറങ്ങിയാൽ, നീ നിൻ്റെ വയലുകളിൽ എന്ന് പറഞ്ഞാൽ കൃഷിഭൂമിയെ കർത്താവ് അനുഗ്രഹിക്കുമെന്നാണ് പറയുന്നത്. വീണ്ടും പറയുന്ന കാര്യമുണ്ട്. 4-ാമത്തെ വചനത്തിൽ പറയാം, നിന്റെ സന്തതികളും വിളവുകളും മൃഗങ്ങളും കന്നുകാലിക്കൂട്ടവും ആട്ടിൻ പറ്റവും അനുഗ്രഹിക്കപ്പെടും. അപ്പം നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മക്കള് അവരനുഗ്രഹിക്കപ്പെടും, അവരുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. അതുപോലെ തന്നെ ആട്ടിൻ പറ്റം അനുഗ്രഹിക്കപ്പെടും, കന്നുകാലിക്കൂട്ടം അനുഗ്രഹിക്കപ്പെടും, വിളവുകൾ അനുഗ്രഹിക്കപ്പെടും.
മൃഗങ്ങൾ അനുഗ്രഹിക്കപ്പെടും എന്ന് പറഞ്ഞാൽ സകല കാര്യങ്ങൾ കർത്താവിൻ്റെ ഒരു കയ്യൊപ്പുണ്ടാകും. കർത്താവിൻ്റെ ഒരു സംരക്ഷണം സകല മേഖലയിലും ഉണ്ടാകുമെന്ന് ദൈവത്തിന് വചനം പറയാം. വീണ്ടും പറയുന്നുണ്ട്, 5-ാമത്തെ വചനത്തിൽ പറയുന്നത്, നിന്റെ അപ്പക്കുട്ടയും മാവ് കുഴയ്ക്കുന്ന കലവും അനുഗ്രഹിക്കപ്പെടും. നിന്നെ പട്ടിണിക്കിടില്ലെന്നാണ് പറഞ്ഞത്. സമൃദ്ധി തന്നുകൊണ്ട് നിന്റെ ജീവിതത്തെ അനുഗ്രഹിക്കും. നിന്റെ അപ്പക്കുട്ട, നിന്റെ മാവ് കുഴയ്ക്കുന്ന കലം, ഇത് കർത്താവ് അനുഗ്രഹിക്കും എന്നാണ് പറയുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് വചനം പഠിപ്പിക്കുക, നിന്റെ സകല പ്രവൃത്തികളിലും നീ അനുഗ്രഹീതനായിരിക്കും. നിന്റെ സകല പ്രവൃത്തികളിലും നീ അനുഗ്രഹിക്കപ്പെടും. എന്നിട്ട് വീണ്ടും പറയുന്നുണ്ട്, 7-ാമത്തെ വചനം പറയാം, നിനക്കെതിരെ വരുന്ന ശത്രുക്കളെ നിന്റെ മുമ്പിൽ വെച്ച് തന്നെ കർത്താവ് തോൽപ്പിക്കും. നിനക്കെതിരെ അവർ ഒരു വഴിയിലൂടെ വരും, 7 വഴിയിലൂടെ തിരിച്ചു പോകും. പലായനം ചെയ്യുമെന്നാണ് പറഞ്ഞത്. ഒരു വഴിയിലൂടെ വരുന്നവരെ കർത്താവ് തോൽപ്പിക്കാൻ ഇറങ്ങും. നിനക്ക് വേണ്ടി കർത്താവ് യുദ്ധം ചെയ്യും. അവർ 7 വഴിയിലൂടെ പോകും. അപ്പോൾ ആരെങ്കിലും നിന്നെ നശിപ്പിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നിന്റെ കൂടെ കർത്താവ് ഉണ്ടായെന്ന് നീ വിശ്വസിച്ച് കർത്താവിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ 7 വഴിയിലൂടെ അവരെ പലായനം ചെയ്യിക്കാൻ, ഓടിച്ചു കളയാൻ, വിരട്ടി ഓടിക്കാൻ കർത്താവിന് പറ്റുമെന്ന് ദൈവത്തിന് വചനം പറയുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് ദൈവം ഈ കാര്യങ്ങളിൽ ഇടപെടും. ഞാൻ ഓർക്കുന്നുണ്ട്, ഫ്രാങ്കോ ചേട്ടൻ പറയുന്നൊരു കാര്യമുണ്ട്. അദ്ദേഹം പല ലാബുകൾ തുടങ്ങി. അങ്ങനെ ഒരു നല്ല ഒരു ടൗണിൽ കൊണ്ടുവന്ന ഒരു ലാബും സ്കാനിങ്ങും പരിപാടിയെല്ലാം തുടങ്ങി. ഈ പരിപാടികളെല്ലാം ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ അടുത്തൊരു ആശുപത്രിയുണ്ട്. അപ്പോൾ അവർ ഇവർ തുടങ്ങിയതിനുമായിട്ട് ബന്ധപ്പെട്ട് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവർ എന്ത് ചെയ്തു, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽപ്പെട്ട ഒരു ആളെ ഇവരുടെ സ്ഥാപനത്തിൽ ഒരു സ്കാനിങ്ങിന് വേണ്ടി ഒരു ലേഡിയെ കൂട്ടിവിട്ടു, കച്ചുകെട്ടി വിട്ടു. അങ്ങനെ അവിടെ വെച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഡോക്ടർക്കെതിരെ ആരോപണങ്ങളായി. ഇതെല്ലാം CCTV ഉണ്ട്. അതുപോലെ തന്നെ ലേഡി സ്റ്റാഫ് എല്ലാം ഉണ്ടായിട്ടാണെന്ന് ഓർക്കണം. പർപ്പസ്ഫുള്ളി ഈ ഡോക്ടർക്കെതിരെ ആരോപണം ഉണ്ടായി. ആരോപണം വന്നു കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ലല്ലോ. അങ്ങനെ ഡോക്ടർ വന്ന് കിടക്കേണ്ടതായിട്ടൊക്കെ വന്നു, ജയിലിലൊക്കെ കിടക്കേണ്ടി വന്നു. ഇതെല്ലാം കഴിഞ്ഞ് പിന്നീട് ഈ ചേട്ടൻ പറഞ്ഞ കാര്യം ഇതാണ്, കർത്താവ് ഈ സ്ഥാപനത്തെ അനുഗ്രഹിക്കാനുണ്ടെങ്കിൽ കർത്താവിന് വിരുദ്ധമായ രീതിയിൽ ഇവിടെ ഒരു കാര്യം നടക്കുന്നില്ല. അതുകൊണ്ട് ഏതെല്ലാം ആരോപണം വന്നാലും ആരെല്ലാം ഈ രീതിയിൽ തകർത്ത് കളയാൻ വന്നാലും ഞങ്ങൾക്ക് ഭയമില്ല. ഞങ്ങൾക്ക് ഭയമില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു, ആ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പിന്നീട് തലപൊക്കിയില്ലെന്നുള്ളതാണ്. ഇന്നും ആ സ്ഥാപനം നടക്കും. ഇന്ന് ഈ കഴിഞ്ഞ മാസം 7-ാമത്തെ സ്ഥാപനം ആരംഭിച്ചു. 7-ാമത്തെ സ്ഥാപനം ആരംഭിക്കുമ്പോൾ അതിന് തലേദിവസമാണ് ഒരു ധ്യാനത്തിന് പോയിട്ട് ഈ ചേട്ടൻ ചേച്ചിയും കൂടി വരുന്നത്. ഹല്ലേലൂയ. ഈ നടത്തുന്ന ഫ്രാങ്കോ ചേട്ടൻ മകനെ ഏൽപ്പിച്ചു, കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ 6 ഓടുന്നുണ്ട്. 7-ാമത്തേത് സെറ്റ് ചെയ്ത് അത് വെഞ്ചരിച്ച് പ്രവർത്തനം ആരംഭിക്കുന്നതിൻ്റെ തലേ ദിവസം 4 ദിവസം ഒരാഴ്ചത്തെ ധ്യാനം പോയി പോട്ടെ കൂടി. ഇതെല്ലാം കഴിഞ്ഞ് ഈ ചേട്ടൻ വരുന്നത്. ചേട്ടൻ പറയാണ്, ഫ്രാങ്കോ ചേട്ടൻ പറഞ്ഞു, ഇതൊന്നും എനിക്കൊരു വിഷയമല്ല, കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പേടിക്കേണ്ട കാര്യമില്ല, എല്ലാം നടന്നോളും. ആർക്കും ഒരു ശക്തിക്കും ഈ സ്ഥാപനത്തെ നശിപ്പിക്കാൻ പറ്റില്ല. കർത്താവ് വളർത്താൻ തയ്യാറാണെങ്കിൽ ഇത് വളർന്നുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അപ്പോൾ കർത്താവിന് നിരക്കാത്തൊരു കാര്യം അവർ ചെയ്യുന്നില്ലെന്നാണ് ആൾ പറഞ്ഞത്. അതുകൊണ്ട് എന്നോട് പറഞ്ഞു, ഈ സ്ഥാപനം തുടങ്ങിയ കാലഘട്ടത്തിൽ 3 തീരുമാനങ്ങൾ എടുത്തെന്നാണ് പറഞ്ഞു. 3 തീരുമാനങ്ങൾ. ഒന്നാമത്തെ കാര്യം പറഞ്ഞു, ഞായറാഴ്ച കട തുറക്കില്ല. എല്ലാ ലാബുകളും ഞായറാഴ്ച പ്രവർത്തിക്കുന്നുണ്ടാവും. ചേട്ടൻ പറഞ്ഞു, ഞായറാഴ്ച തുറക്കുന്ന പ്രശ്നമില്ല. രണ്ടാമത്തെ കാര്യം പറഞ്ഞു, ആർക്കും കൈക്കൂലി കൊടുക്കില്ല. ഒരു കമ്മീഷനും കൊടുത്ത് ഡോക്ടർമാരെ കൊണ്ട് ഇങ്ങോട്ട് എഴുതിക്കാൻ അങ്ങനെ ആരും പറഞ്ഞാന്നാണ് പറഞ്ഞു. ഒരു ഡോക്ടർക്കും ഒരു കമ്മീഷനും മെഡിക്കൽ ടെസ്റ്റിന് ഏത് ടെസ്റ്റിന് വന്നാലും ശരി, സ്കാനിങ്ങിന് വന്നാലും ഒരു കമ്മീഷനും കൊടുക്കില്ല. അപ്പോൾ സ്കാനിങ്ങിൻ്റെ പരിപാടികൾ അടുത്ത കാലത്താണ് തുടങ്ങിയത്. അതിൻ്റെ മുമ്പ് ലാബുകളാണ്.
അപ്പോൾ സ്കാനിങ് തുടങ്ങിയപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു, അതുപോലെ തന്നെ വേറെ ഇതെല്ലാം നോക്കാൻ വേണ്ടി ഒരു മാനേജർ വെച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഈ സ്കാനിങ്ങിന് ആരെങ്കിലും വരണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കമ്മീഷൻ കൊടുത്താലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒരിക്കലും വരില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, ഇനി ഇങ്ങനെ ഒരു പരിപാടി ഇല്ല, നമ്മൾ ഇതുവരെ തുടങ്ങിയിട്ടില്ല, തുടങ്ങാൻ ഉദ്ദേശിച്ചിട്ടുമില്ല, അല്ലാതെ കർത്താവ് കൊണ്ടുവന്നോളും, കർത്താവ് കൊണ്ടുവന്നോളും. അപ്പോൾ ആദ്യത്തെ സ്കാൻ ചെയ്ത് സെൻറ്റർ തുടങ്ങിയപ്പോഴത്തെ കാര്യമാണ്. ഇപ്പം മൂന്നാമത്തെ സ്കാനിങ് സെൻറ്ററാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? കർത്താവ് വഴി നടത്തും. മൂന്നാമത്തെ കാര്യം പറഞ്ഞു. ഒന്നാമത്തെ കാര്യം, ഞായറാഴ്ച തുറക്കില്ല. 2, കമ്മീഷൻ കൊടുക്കില്ല, കൈക്കൂലി കമ്മീഷൻ അങ്ങനെയുള്ള കാര്യം കൊടുക്കില്ല. 3, ദശാംശം കൊടുക്കും, 10% കൊടുക്കും, കിട്ടുന്നതിൻ്റെ 10%. 100 രൂപ കിട്ടിയാൽ എത്ര കൊടുക്കും? 10 കൊടുക്കും. 1000 കിട്ടിയാൽ 10,000 കിട്ടിയാൽ 1000. 1,00,000 കിട്ടിയാൽ അന്നേരത്തെ നമ്മൾ കൊടുക്കില്ല. 100 രൂപ കിട്ടിയാൽ 10 രൂപ കൊടുക്കാൻ എളുപ്പമാണ്, ശരിയാണോ? 10 ഉള്ളത് വിചാരിക്കും. 1000 കിട്ടിയാൽ 100 വേണമെങ്കിൽ കൊടുക്കുക, അത് വലിയ കുഴപ്പമില്ല. 1,00,000 കിട്ടിയാലോ 10,000 എങ്ങനെ കൊടുക്കുന്നത്? ദശാംശം കൊടുക്കും, 10,000. അപ്പോൾ 1000 കിട്ടിയാലും 500 കിട്ടിയാലും ആ ദിവസം കിട്ടുന്ന ദശാംശത്തെക്കാളും കൂടുതൽ കിട്ടുമെന്നാണ് പറഞ്ഞത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ദൈവം വഴി നടത്തുമോ? ദൈവം വഴി നടത്തും. അപ്പം സൂക്ഷ്മമായി കർത്താവിൻ്റെ കൽപ്പനകൾ പാലിക്കുമ്പോൾ നിന്നെ എല്ലാ ജനതകളെക്കാളും അവിടുന്ന് ഉന്നതനാക്കും. വീണ്ടും പറയാം, 28:13 പറയുക, ശ്രദ്ധാപൂർവം കർത്താവിൻ്റെ കൽപ്പനകൾ പാലിക്കുമെങ്കിൽ നിനക്ക് അഭിവൃദ്ധി ഉണ്ടാകും, അധോഗതി ഉണ്ടാവുകയില്ല. അപ്പോൾ ശത്രുക്കൾ ആരെല്ലാം അടുത്ത് കൊണ്ടെന്ന് വെച്ചാലും ഇതൊരു വിഷയമായി ജീവിതത്തെ മാറ്റില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, നിയമാവർത്തി 28:7 പറഞ്ഞ, നിനക്കെതിരെ വരുന്ന ശത്രുക്കളെ നിന്റെ മുമ്പിൽ വെച്ച് കർത്താവ് തോൽപ്പിക്കും. നിനക്കെതിരായി അവർ ഒരു വഴിയിലൂടെ വരും, 7 വഴിയിലൂടെ പലായനം ചെയ്യും. 10-ാമത്തെ വചനം നോക്കിയേ, അങ്ങനെ കർത്താവിൻ്റെ നാമം നീ വഹിക്കുന്നത് കാണുമ്പോൾ ഭൂമിയിലുള്ള സകല മനുഷ്യരും ഭയപ്പെടും. സകല മനുഷ്യരും ഭയപ്പെടും എന്ന് പറഞ്ഞാൽ അവൻ കർത്താവിൻ്റെതാണ് എന്ന ഒരു തിരിച്ചറിവ് മറ്റുള്ളവർക്ക് നൽകും. അപ്പോൾ ആര് ഏറ്റുമുട്ടാൻ വരില്ല. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ കർത്താവിൻ്റെ നാമം വഹിക്കുന്നത്, നീ വഹിക്കുന്നത് കാണുമ്പോൾ ലോകത്തിലെ സകല മനുഷ്യരും നിന്നെ ഭയപ്പെടും. അപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ അതിജീവിക്കാൻ നമ്മുടെ കൂടെ കർത്താവ് ഉണ്ടെങ്കിൽ ഭയപ്പെടേണ്ട കാര്യമില്ല. കർത്താവ് ക്രമീകരിക്കും. കർത്താവിൻ്റെ ഒരു പ്രത്യേകമായ സംരക്ഷണ വലയത്തിൽ നാമും നമ്മുടെ കുടുംബവും മക്കളുമെല്ലാം ആയിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കും. ഒറ്റ കണ്ടീഷനാണ് പറഞ്ഞത്. ഒറ്റ കണ്ടീഷൻ പറഞ്ഞ എന്താണ്? നീ കർത്താവിൻ്റെ കൽപ്പനകൾ ശ്രദ്ധാപൂർവം പാലിക്കണം. 12-ാമത്തെ വചനത്തിൽ നിന്റെ എല്ലാ പ്രയത്നങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കുമെന്നാണ് പറയുന്നത്. നിന്റെ എല്ലാ പ്രയത്നങ്ങളെയും അനുഗ്രഹിക്കും. നീ അനേകം ജനതകൾക്ക് നീ കടം കൊടുക്കും, നീ കടം വാങ്ങേണ്ടി വരികയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പം ദൈവത്തിൻ്റെ സംരക്ഷണം അതാണ്. സകല മേഖലകളിലും ദൈവത്തിൻ്റെ സംരക്ഷണം നമുക്ക് തരും. അപ്പം അതുകൊണ്ട് കർത്താവിൽ നമ്മൾ വിശ്വസിക്കാനും കർത്താവിന് അഭിമാനമായി ജീവിതത്തിൽ കൊണ്ടു നടക്കാനും തയ്യാറാകുമ്പോൾ, കർത്താവിന് അഭിമാനമായി കൊണ്ടു നടക്കുന്നത് എങ്ങനെയാണ്? ദൈവിക കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുമ്പോൾ, ദൈവിക കാര്യത്തിൽ നമ്മൾ 1-ാം സ്ഥാനം നൽകുമ്പോൾ കർത്താവ് നമ്മുടെ അഭിമാനമായി നമ്മൾ മാറി അത് പ്രകടിപ്പിക്കുകയാണ്. അപ്പോൾ ഞായറാഴ്ച കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ, ഡെയിലി കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ, ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, അതുപോലെ തന്നെ വ്യക്തിപരമായി പ്രാർത്ഥിക്കുമ്പോൾ, വചനം വായിക്കുമ്പോൾ, ഇതെല്ലാം കർത്താവിൽ അഭിമാനിക്കുന്ന ഒരു വ്യക്തിക്ക് തടസ്സമില്ലാതെ ചെയ്യാൻ പറ്റും. അപ്പോൾ കർത്താവിനെ അഭിമാനമായി കാണണം എന്ന് ദൈവത്തിന് വചനം പറയാം. പത്രോസിൻ്റെ 1-ാം ലേഖനം 2-ാമത്തെ അധ്യായം 6ഉം 7ഉം തിരുലിഖിതങ്ങൾ. പത്രോസിൻ്റെ 1-ാം ലേഖനം 2-ാമത്തെ അധ്യായം 6ഉം 7ഉം തിരുലിഖിതങ്ങൾ. അവിടെ വചനം പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ്: ഇതാ സിയോനിൽ ഞാനൊരു കല്ല് സ്ഥാപിക്കുന്നു,
തിരഞ്ഞെടുക്കപ്പെട്ടതും അമൂല്യമായ മൂലക്കല്ല്. അതിൽ വിശ്വസിക്കുന്നവൻ ഒരിക്കലും ലജ്ജിക്കുകയില്ല. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് അത് അഭിമാനമാണ്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഈ വചനം ഒന്ന് പറഞ്ഞാലോ? വിശ്വസിക്കാൻ, കർത്താവിൽ അഭിമാനിക്കാൻ, കർത്താവിന് നമുക്ക് അഭിമാനമായി കൊണ്ടു നടക്കാൻ, ദൈവിക കാര്യങ്ങളിൽ വില കൊടുത്തുകൊണ്ട് മുമ്പോട്ട് പോകാൻ നമ്മൾക്ക് ശക്തി കിട്ടാൻ നമുക്ക് ഈ വചനം പറയാം. ഇതാ സിയോനിൽ ഞാനൊരു കല്ല് സ്ഥാപിക്കുന്നു, തെരഞ്ഞെടുക്കപ്പെട്ടതും അമൂല്യവുമായ മൂലക്കല്ല്. അതിൽ വിശ്വസിക്കുന്നവൻ ഒരിക്കലും ലജ്ജിക്കുകയില്ല. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് അത് അഭിമാനമാണ്. അപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുന്ന സിയോനിന്റെ മൂലക്കല്ലായി തീർന്ന അമൂല്യമായ കല്ല് യേശുവ. അപ്പൊ ആ യേശുവിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിക്കേണ്ടി വരികയില്ല. അവന്റെ ജീവിതത്തിൽ ലജ്ജിക്കാൻ, നാണം കെടേണ്ട കാര്യങ്ങളിൽ നിന്നും കർത്താവ് അവനെ സംരക്ഷിക്കും. എന്നിട്ട് വചനം പറയുകയാണ്, യേശുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്കിത് അഭിമാനമാണ്. അപ്പൊ യേശുവിൽ വിശ്വസിക്കുമ്പോൾ, യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുമ്പോൾ യേശു നമ്മുടെ ജീവിതത്തെ അഭിമാനം കൊണ്ടും ലജ്ജിക്കേണ്ട അവസ്ഥകളിൽ നിന്നെല്ലാം സംരക്ഷിക്കുമെന്ന് വചനം പറയാം. അതുകൊണ്ട് സങ്കീർത്തനം 105:3 വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. സങ്കീർത്തനം 105:3 വചനം പഠിപ്പിക്കുക, കർത്താവിൻ്റെ വിശുദ്ധ നാമത്തിൽ നിങ്ങൾ അഭിമാനം കൊള്ളുവിൻ. കർത്താവിൻ്റെ വിശുദ്ധ നാമത്തിൽ നിങ്ങൾ അഭിമാനിക്കണമെന്ന് പറയുക. അപ്പോൾ ദൈവിക കാര്യങ്ങൾ, യേശുവിൻ്റെ കാര്യങ്ങൾ, പ്രാർത്ഥനയുടെ കാര്യങ്ങൾ, ഇതിൽ നമുക്ക് അഭിമാനം തോന്നണം. നിയമാവർത്തന പുസ്തകത്തിൽ 10:20-21 വചനത്തിൽ ഇതേ കാര്യം തന്നെ വീണ്ടും പറയുന്നുണ്ട്. കർത്താവാണ് നമ്മുടെ അഭിമാനം. അതുകൊണ്ട് നമ്മൾ കർത്താവിൽ അഭിമാനിക്കണം, കർത്താവിൻ്റെ കാര്യങ്ങളിൽ ശ്രദ്ധയുള്ളവരായി മാറണം. അതുകൊണ്ട് വചനം ഇങ്ങനെ പഠിപ്പിക്കുക, നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ഭയപ്പെടണം, നിങ്ങൾ അവിടുത്തെ സേവിക്കുകയും അവിടുത്തോടെ ചേർന്ന് നിൽക്കുകയും അവിടുത്തെ നാമത്തിൽ മാത്രം സത്യം ചെയ്യുകയും വേണം. അവിടുന്നാണ് നിങ്ങളുടെ അഭിമാനം. അപ്പോൾ ദൈവമാണ് നിങ്ങളുടെ അഭിമാനം. അതുകൊണ്ട് ദൈവത്തിൻ്റെ നാമത്തെ വിശ്വസിക്കാനും ദൈവത്തിൻ്റെ നാമത്തോട് ചേർന്ന് നിൽക്കാനും, അതുപോലെ ദൈവിക നാമം വിശ്വസിച്ച് ആ നാമത്തോട് ചേർന്ന് നിന്ന് അവിടുത്തെ മഹത്വപ്പെടുത്താൻ നമ്മൾ തയ്യാറാകണം. ദൈവത്തിന് വചനം പഠിപ്പിക്കുകയാണ്. അപ്പം അതുകൊണ്ട് കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തി ലജ്ജിക്കേണ്ടി വരികയില്ല. യേശുവിൻ്റെ വിശുദ്ധ നാമത്തിൽ അഭിമാനം കൊള്ളണം. ആ യേശുവിൻ്റെ കാര്യങ്ങളിൽ ശ്രദ്ധയുള്ളവരായി മാറണം. വചനം പഠിപ്പിക്കുന്നതാ. അതുകൊണ്ടാണ് അങ്ങനെ യേശുവിൻ്റെ നാമത്തിൽ ഒരുവൻ വിശ്വസിച്ചാൽ അവൻ ലജ്ജിക്കേണ്ടി വരികയില്ല. ഒന്നാമത്തെ കാര്യം ലജ്ജിക്കേണ്ടി വരികയില്ല. രണ്ടാമത്തെ കാര്യം, അവൻ ചഞ്ചലചിത്തനാവുകയില്ല. അവന് മനസ്സ് പതറി അവൻ ചഞ്ചലചിത്തനായി മാറേണ്ട സാഹചര്യം ഇല്ല എന്ന് ദൈവത്തിന് വചനം പറയാം. അതുകൊണ്ടാണ് യേശയ്യാപ്രവാചകന്റെ പുസ്തകം 28:16 വചനം അതുകൊണ്ട് ഇങ്ങനെ പഠിപ്പിക്കുക. യേശയ്യ 28:16, ഇതാ സിയോനിൽ ഒരു കല്ല്, ശോധന ചെയ്ത കല്ല് അടിസ്ഥാനമായി ഇടുന്നു, വിലയുറ്റ മൂലക്കല്ല് ഉറപ്പുള്ള അടിസ്ഥാനമായി ഇട്ടിരിക്കുന്നു, വിശ്വസിക്കുന്നവൻ ചഞ്ചലചിത്തനാവുകയില്ല. അപ്പോൾ ആ ഇസ്രായേലിൻ്റെ മൂലക്കല്ല് യേശുവാണ്. ആ യേശുവിൽ വിശ്വസിക്കുന്ന ഒരുവൻ്റെ ജീവിതം ക്ഷയിച്ചു പോവുകയില്ല. അവൻ്റെ വിശ്വാസത്തിന് ഇളക്കം തട്ടാതെ ദൈവം അവനെ സംരക്ഷിക്കും. അവൻ്റെ സകല കാര്യങ്ങളിലും അവൻ്റെ പ്രതിസന്ധികളിൽ നിന്നും അവനെ കർത്താവ് രക്ഷിക്കും. ചഞ്ചലചിത്തനായി അവൻ മാറില്ല എന്ന് ദൈവത്തിന് വചനം പറയുക. അതുകൊണ്ട് അപ്പോസ്തല പ്രവർത്തനം 4:11-12 അപ്പോസ്തല പ്രവർത്തനം 4:11-12 വീണ്ടും ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ യേശു അനുഗ്രഹമായി മാറും. 4:11-12 പറയുന്ന ഇതാണ്, പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ആ കല്ലാണ് യേശു. ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്കായി യേശുവിൻ്റെ നാമമല്ലാതെ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. അപ്പോൾ യേശയ്യ 28:16 പറയുന്ന കാര്യവും അതുപോലെ തന്നെ 1 പത്രോസ് 2:6-7 വചനങ്ങളിൽ പറയുന്ന കാര്യങ്ങളും എല്ലാം യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ആ കല്ല് ക്രിസ്തുവാണ്. ആകാശത്തിൻ്റെ കീഴിൽ രക്ഷയ്ക്കായി മനുഷ്യരുടെ ഇടയിൽ യേശുവിൻ്റെ നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല.
അപ്പം അതുകൊണ്ട് യേശുവിനെ നിധിയായി നമ്മൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടുമുട്ടണം. ക്രിസ്മസിൽ നമ്മൾ ഒരുങ്ങുമ്പോൾ പ്രത്യേകമായിട്ട് നമ്മൾ കണ്ടുമുട്ടേണ്ട ഒരു പ്രധാന കാര്യം ഇതാണ്. യേശുവിനെ നിധിയായി ആട്ടിടയന്മാർ കണ്ടു. യേശു കടക്കുന്ന സ്ഥലവും പുൽത്തൊട്ടും അങ്ങനെ യേശുവിനെ നേരിട്ട് കാണാൻ പറ്റി. നക്ഷത്രം കണ്ടപ്പോൾ യേശുവിനെക്കുറിച്ചുള്ള മുന്നറിയിപ്പാണ് എന്ന് ആ തിരിച്ചറിവ് അവർക്കുണ്ടായി. അവർ അനുഗ്രഹിക്കപ്പെട്ടു. വിശുദ്ധ യൗസേപ്പ് പിതാവ് യേശുവിനെ നിധിയായി കണ്ടു. സ്വപ്നങ്ങളിലൂടെ ലഭിച്ച ദർശനങ്ങൾ 3-4 ദർശനങ്ങൾ മുഴുവനും കൃത്യമായി പുലർത്താനുള്ള കാരണം യേശുവിനെ നിധിയായി കണ്ടു എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് ഇന്ന് നമ്മൾ ഈ വചന ശുശ്രൂഷയിലൂടെ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അനേകം പ്രതിസന്ധികൾ, ഞെരുക്കങ്ങൾ, ഏതെങ്കിലും പ്രത്യേകമായ അപകടങ്ങൾ, അനർത്ഥങ്ങൾ, അതുപോലെ ലജ്ജിക്കേണ്ട കാര്യങ്ങൾ, എങ്ങനെ പല കാര്യങ്ങൾ ജീവിതത്തിലൂടെ കടന്നു വരുമ്പോൾ യേശുവിനെ നിധിയായി നമ്മൾ കണ്ടുമുട്ടിയാൽ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. യേശുവിൻ്റെ കരുതലുള്ള കരം ജീവിതത്തിലുണ്ടാകും. അതുകൊണ്ട് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിന്ന് 2 കരങ്ങളും ഉയർത്തി കർത്താവിൻ്റെ വലിയ ആ ഒരു സാന്നിധ്യം തിരിച്ചറിഞ്ഞ് കർത്താവിനെ നിധിയായി കണ്ടുകൊണ്ട് നമ്മുടെ ജീവിതങ്ങൾ, കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് 2 കരങ്ങളും ഉയർത്തി നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളും നിധിയായ നമ്മുടെ ജീവിതത്തിൻ്റെ സംരക്ഷണയായി കർത്താവിന് നമുക്ക് സമർപ്പിച്ച് വിട്ടുകൊടുത്ത് കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, ആരാധന. യേശുവെ നന്ദി പറഞ്ഞ് ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. രക്ഷകനായ യേശുവെ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, വ്യക്തി ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ. നിധിയായ യേശുവെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ നാഥനായി മാറണമേ. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ രക്ഷകനും പരിപാലകനും സംരക്ഷകനും ഉറപ്പുള്ള പാറയുമായി എല്ലാം ഏറ്റുപറഞ്ഞങ്ങെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, ആരാധന. യേശുവേ നന്ദി, ആരാധന, ആരാധന. വേറൊരു നാമമില്ലല്ലോ യേശുനാമമല്ലാതെ.